ഇന്ന് ഈ കൺവെൻഷന്റെ അവസാന സമയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോടെല്ലാം വ്യക്തവും ഹൃദ്യവുമായി ഇടപെടേണ്ടതിനും സംസാരിക്കേണ്ടതിനുമായി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് പാതപീഠത്തിലായിരിക്കാം. ദൈവം നമ്മളൊക്കെ ഇടപെടും. ആമേൻ, സ്തോത്രം. ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. കർത്താവിന് നമ്മളോട് ഇടപെടാനുണ്ട്, കർത്താവിന് നമ്മളോട് സംസാരിക്കാനുണ്ട്, കർത്താവിന് നമ്മുടെ ജീവിതത്തോട് ഇടപെടാനുണ്ട്. യെസ്, ഹല്ലേലൂയ. ദൈവം തന്റെ സന്നിധിയിൽ കടന്നു വരുന്ന തന്റെ മക്കളോട് എപ്പോഴും ഇടപെടുകയും എപ്പോഴും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കർത്താവിനെയാണ് നമ്മൾ ആമേൻ ഈ സമയത്ത് വിളിച്ചപേക്ഷിക്കുന്നത് എന്നുള്ള ഒരു ധൈര്യം ആമേൻ നമുക്കുണ്ട്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ഒത്തിരി സമയം കളയാതെ എനിക്ക് ലഭിച്ച സമയത്ത് തന്നെ ഞാൻ ഇരിക്കും. ആമേൻ. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ഉള്ളവര് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരെല്ലാം തന്നെ വീഡിയോ ഓൺ ചെയ്യുക. ഒത്തിരി പേരുണ്ടായിരുന്നു നേരത്തെ, അറിയത്തില്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കണം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ പ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ നമ്മുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളോടൊക്കെയുള്ള ദൈവാലോചനകളൊക്കെ പറയണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുഖം കണ്ട് ശുശ്രൂഷിക്കുന്ന വലിയ അനുഗ്രഹമാണ്. ആമേൻ. അപ്പോ അതുകൊണ്ട് ആമേൻ, വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സൂം മീറ്റിങ്ങുകളിൽ എനിക്കും നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. കർത്താവദാസൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് കൂട്ടായിട്ട് അതുണ്ടായിരുന്നു, ഒരു അനുഗ്രഹമായിരുന്നു. തുടർന്ന് നമ്മൾ ദൈവവചനത്തിലേക്ക് പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 9-10 വാക്യം ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിക്കുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 9-10 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനം ഉണ്ട് എന്ന് അരുളി ചെയ്തു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല പിതാവേ, അങ്ങയുടെ പുത്രനും രക്ഷകനുമായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരികയാണ്. സർവശക്തനായ ദൈവം ഞങ്ങളോട് ഇടപെടുകയും ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യണമേ. വചനം അയച്ച് ഞങ്ങളെ വിടുവിക്കുവാൻ കർത്താവിന് പ്രസാദവും ഇഷ്ടവും തോന്നണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ഇരുവായ്ത്തലുള്ള ഏത് വാളിനെ കഴിഞ്ഞ് മൂർച്ചയേറിയ സന്ധിമജ്ജകളെയും പ്രാണനെയും ആത്മാവിനെയും വേർപിടിവിക്കും വിധം തുളച്ചു ചെല്ലുന്നതുമാകയാൽ വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എന്താ അറിയത്തില്ല, ഞങ്ങളുടെ ഇവിടെ വളരെ വോൾട്ടേജിന്റെ എന്തോ ഒരു വേരിയേഷൻ ഇവിടെ അങ്ങനെ സാധാരണ ഉണ്ടാകാറില്ലാത്തതാണ്. ബൾബൊക്കെ വളരെ ചെറിയ രീതിയിലൊക്കെയാണ് മിന്നുന്നത്. എറണാകുളം ടൗണിന് നടുക്കാണ്, പറഞ്ഞിട്ട് കാര്യത്തിൽ എന്താണെന്ന് അറിയില്ല. ഓക്കെ, എന്തായാലും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. യെസ്, ഇത്രയും നേരം കുഴപ്പമില്ലായിരുന്നു. ഒരു 7:50 ആയപ്പോഴാണ് ബൾബിനൊക്കെ ചെറിയ മിന്നലുണ്ടായത്. ആമേൻ. അപ്പൊ എന്തായാലും ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുക എന്നുള്ളതിന്റെ ഒരു വലിയ അടയാളമാണിത്. ആമേൻ, സ്തോത്രം. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. ആമേൻ. ഈ വാക്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്യം തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ദർശനങ്ങളാൽ ആമേൻ നിബിഡമായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എന്ന് പറയുന്നത്. ആമേൻ. ഒരു വലിയ ആമേൻ സ്വത്രം ഒരു കാര്യമാണ് ഈ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തീരുന്ന കാര്യങ്ങളല്ല, പക്ഷേ ആമേൻ ഒത്തിരി ദർശനങ്ങളാൽ നിബിഡമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആമേൻ ഈ പുസ്തകം എന്ന് പറയുന്നത്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ 2-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വാക്യമാണ്. അപ്പോസ്തല 2-ാം അധ്യായം 16 മുതലുള്ള വാക്യം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ ദർശനങ്ങളെ കാണും. അക്കാലത്ത് പുരുഷന്മാരുടെ സ്ത്രീകളുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും എന്നാണ് ആ വാക്യം എഴുതിയിരിക്കുന്നത്. ഇത് യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 37-ാമത്തെ വാക്യം. അല്ലെങ്കിൽ യോവേലിനുണ്ടായ ദർശനം നമ്മൾ മനസ്സിലാക്കണം. യോവേലിനുണ്ടായ ദർശനം അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ അത് നിറവേറുകയാണ്. ഇന്ന് ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയാം, ദർശനങ്ങളെല്ലാം നിറവേറാനായിട്ട് പോവുകയാണ്. ആമേൻ. ദർശനങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? നിറവേറാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദർശനങ്ങൾ നിറവേറാൻ വേണ്ടി
കഴിഞ്ഞ നാളുകളിൽ കണ്ട അനേക ദർശനങ്ങൾ, ആമേൻ, അനേക അഭിഷിക്തന്മാരിലൂടെ നമ്മളോട് പറഞ്ഞ ചില ദർശനങ്ങൾ ഈ നാളുകളിൽ എന്ത് ചെയ്യാൻ പോകുക? നിറവേറാൻ പോകുക. യോവേൽ പ്രവാചകൻ മരിച്ചിട്ട് അനേക വർഷങ്ങൾ കഴിഞ്ഞു, ഇല്ലേ? യോവേൽ മൺമറഞ്ഞു പോയിട്ട് അനേക വർഷങ്ങൾ കഴിഞ്ഞു. ഒരുപക്ഷെ യോവേലിന്റെ ശരീരം ഈ മണ്ണോട്, ആമേൻ, അലിഞ്ഞു ചേർന്നു. യെസ്, പക്ഷേ യോവേല് പറഞ്ഞ പ്രവചനങ്ങൾ ഈ മണ്ണിൽ അലിഞ്ഞു ചേരുകയില്ല. എത്ര പേർക്ക് രാത്രി വിശ്വസിക്കാൻ പറ്റും? എന്നോടും നിന്നോടും പറഞ്ഞ പ്രവചനങ്ങൾ, വാഗ്ദത്തങ്ങൾ ഈ മണ്ണിൽ അലിഞ്ഞു ചേരാൻ ദൈവം സമ്മതിക്കത്തില്ല. ഒരുപക്ഷെ പ്രവചിച്ചു വരുന്ന ആമി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടെന്ന് വരാം. ഒരുപക്ഷെ നിന്നോട് ആലോചന പറഞ്ഞ ആ ദൈവശബ്ദം നിന്നോട് കൈമാറിയവർ, ആമേൻ, സ്വത്രം, ആമേൻ, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടെന്ന് വരാം. പക്ഷെ എന്റെ വചനം പറയുന്നു, ആമേൻ, എബ്രായർ 13:8 പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. മരിക്കാത്തവൻ, മണ്ണോട് ചേരാത്തവൻ, മൂന്നാം ദിവസം മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. അവൻ നിന്നോട് ദൂത് കൈമാറിയതെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ദൂത് നിവർത്തിക്കാൻ ദൈവം ശക്തനായ ദൈവമാണ്. രക്തം ചെയ്യും. ഇന്ന് രാത്രി ദൂതുകൾ അവൻ നിവർത്തിക്കപ്പെടാൻ പോവുക. ചിലതൊക്കെ നിവർത്തിക്കപ്പെടാതിരിക്കുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകുന്ന അനുഭവങ്ങളുണ്ട്. അതിന് വാക്യമുണ്ട് കേട്ടോ, ഹബക്കൂക്ക് 2:3 പറയും, അല്ലെ? ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. ആമേൻ. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അതിനായി കാത്തിരിക്കുക. അത് തെറ്റുകയില്ല. അത് ആമേൻ വരും നിശ്ചയം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില ദർശനങ്ങൾക്ക് ദൈവം എന്ത് വെച്ചിരിക്കുക? അവധി വെച്ചിരിക്കുക കേട്ടോ. ഇന്ന് രാത്രി ആ തങ്കമ്മ എന്ന് പറയുന്ന ഡിവൈസുള്ള ആന്റിയോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ദൂത് കൈമാറുകയാകട്ടോ. ഇന്ന് രാത്രി ചില ദർശനങ്ങൾക്ക് ദൈവം അവധി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ചിലത് ആമേൻ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. വൈകിയാലും അത് വരും നിശ്ചയം. അതിനായി കാത്തിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആലോചന കൈമാറുക. ദർശനങ്ങൾ നിറവേറുക തന്നെ ചെയ്യും. ഇന്ന് രാത്രി ദൈവദാസിയോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ക്ഷീണിച്ചു പോകരുത് കേട്ടോ, തളർന്നു പോകരുത്, അവിശ്വാസത്തിന്റെ ഒരു കണിക പോലും അകത്തുരുവാകരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. എന്നിട്ട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നോടും നിങ്ങളോടും പറഞ്ഞ ദർശനങ്ങൾക്ക് ഒരു അവധി വെച്ചേക്ക് കേട്ടോ. അജി ജോസഫ് പാസ്റ്ററെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആലോചന കൈമാറുകയാ. ദർശനങ്ങൾ ചിലതൊക്കെ നിറവേറാൻ സമയമായി കേട്ടോ. അർദ്ധന റിബൽക്കമന വർഷങ്ങളായി കേട്ട ചില ദർശനങ്ങൾ ആമേൻ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തപ്പെടുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ആലോചന പറയുകയാ. കാത്തിരുന്ന ദിവസങ്ങളിൽ ദൈവിക ദർശനങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിക്കോ. ദൈവം ചില പ്രവർത്തികൾ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ വെളിപ്പെടുത്താൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ അവൻ ആലോചന കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. അർദ്ധന റിബൽക്കമന ഹസ്തൽ പ്രൗഢരമന കശ്വസ്യ. ഇന്ന് രാത്രി ദൂത് കേൾക്കുമ്പോഴും ചില ദർശനങ്ങൾ നടക്കുമോ, ചില പ്രവചനങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്ന ചില മേഖലകളുണ്ട്. എന്നാൽ ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുകയാണ്, ഹല്ലേലൂയ, ഒരു വൃക്ഷമായാൽ അതിനൊരു പ്രത്യാശയുണ്ട്. അത് വെട്ടിയാൽ വീണ്ടും പൊട്ടി കിളിർക്കും. അവൻ വേര് മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് വീണ്ടും മുളച്ചു വരുന്നത് പോലെ വചനമയച്ച് ചില ദൈവിക ആലോചനകൾ ഈ ദിവസങ്ങളിൽ ജീവിതത്തിന്റെ അകത്ത് ഞാൻ കൊണ്ടുവരാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവിന്റെ രാത്രി ആലോചന കൈമാറുകയാണ്. ദീപാന ശന്തന റബൽക്കമന വൈദവ രിബനമന ഗച്ഛസ്യ. ഹല്ലേലൂയ. അപ്പോ നോക്കുക, ഇവിടെ യോവേൽ പ്രവാചകൻ മരിച്ചു, യോവേൽ പ്രവാചകൻ മണ്ണടിഞ്ഞു, അല്ലെ? വർഷങ്ങൾ കഴിയുമ്പോൾ 120 പേര് ഇരിക്കുന്ന സിയോൻ മാളിക മുറിയിലേക്ക് യോവേലിനെ പ്രവചിച്ച അതേ പരിശുദ്ധാത്മാവ് ആമേൻ അല്ലെങ്കിൽ ആത്മശക്തിയോടെ ഇറങ്ങി വന്നപ്പോൾ ആമേൻ യോവേല് പറഞ്ഞ പ്രവചനം നിറവേറിയത് എങ്ങനെയെന്നറിയാമോ? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും എന്ത് ചെയ്യും? പ്രവചിക്കും. ഇന്ന് രാത്രി ഞാൻ ചിലരോട് ദൂത് പറയാം, നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് പ്രവചിക്കാൻ വേണ്ടിയാ. ഇന്ന് രാത്രി പ്രവചനം വളരെ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശുശ്രൂഷയാണ് പ്രവചനം. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം ആമേൻ. 14-ാം അധ്യായം 1 കൊരിന്ത്യർ 14-ാം അധ്യായം പൗലോസ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ പ്രവചനത്തെ കുറിച്ചും അന്യഭാഷയെ കുറിച്ചും വെളിപ്പാടിനെ കുറിച്ചും അന്യഭാഷയുടെ വ്യാഖ്യാനത്തെ കുറിച്ചും ഒക്കെ പറയാൻ വേണ്ടി മാത്രം എഴുതി മാറ്റിവെച്ചിരിക്കുക. അതിന്റെ 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ് കേട്ടോ, വിശേഷാൽ പ്രവചനവരം വാഞ്ചിപ്പിൻ.
ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലരെയൊക്കെ പ്രവചനാത്മാവിൽ നിറയ്ക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് കേട്ടോ. ഇന്ന് രാത്രിക്കാർ നമ്മളോട് വാഞ്ചിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു വരമാണ് ഏത്? പ്രവചന വരം. അതാണ് അവിടെ പറയുന്നത്, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും എന്ത് ചെയ്യും? പ്രവചിക്കും. ആമേൻ. ഇന്ന് രാത്രി അത് പ്രാപിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ആമേൻ. എന്തിനാ ഈ പ്രവചനം നമുക്ക് തരുമെന്നറിയാമോ? ഹല്ലേലൂയ. ആമേൻ. സഭയ്ക്ക് ആത്മീക വർധന വരുത്താൻ വേണ്ടിയിട്ടാണ്. ആമേൻ. 14-ാം അധ്യായം 4-ാം വാക്യം 1 Corinthians ലേഖനം 14:4 പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. സഭ ആമേൻ പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. യെസ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രവചിക്കുന്നവർ സഭയിലില്ലെങ്കിൽ സഭയ്ക്ക് ഒരു ആത്മീക വർധന ഉണ്ടാകത്തില്ല. ആമേൻ. ദൈവാലോചനകൾ കൈമാറുന്നവര് ദൈവസഭയ്ക്കകത്തിൽ ദൈവശബ്ദങ്ങൾ ഏറ്റെടുത്ത് ജനത്തോട് പറയുന്നവര് ദൈവസഭയ്ക്കകത്തുണ്ടാകുമ്പോഴാണ് ദൈവസഭയ്ക്കകത്ത് എന്തുണ്ടാകുന്നത്? ആമേൻ. ഒരു ആത്മീക ചലനം ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് എന്ത് വരുത്തുന്നു? ആത്മീക വർധന വരുത്തുന്നു. ആമേൻ. ഇന്ന് രാത്രി എന്തിനാ ദൈവം പ്രവചനം തരുന്നേ? നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അല്ല പ്രവചനം തരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ശുശ്രൂഷയുമായിട്ട് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ വേണ്ടി മാത്രമല്ല ശുശ്രൂഷ ദൈവം തരുന്നത്. ദൈവം ഓരോ ശുശ്രൂഷയും ഓരോരുത്തരെയും ഫലമേൽപ്പിക്കുന്നതിന് മുമ്പിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. റീബാന ശന്തന റബൽ കമനോട് പറയുന്നു, പ്രവചിക്കുന്നവൻ, ഇതിനൊക്കെ വാക്യമുണ്ട് കേട്ടോ. അവൻ 1 Corinthians 14:4 പറയുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് എന്ത് വരുത്തുന്നു? ആത്മീക വർധന വരുത്തുന്നു. ഹല്ലേലൂയ. ആമേൻ. നോക്കുക, ആമേൻ. അതേ അധ്യായം തന്നെ 1 Corinthians 14:22. ഇതെല്ലാം എന്റെ വിഷയം, എങ്കിലും പെട്ടെന്ന് അങ്ങോട്ടൊന്ന് കയറാൻ വേണ്ടി മാത്രം ഞാൻ വാക്യം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നോക്കുക, 1 Corinthians 14:22 പറയുന്നു, പ്രവചിക്കുന്നവൻ അവിശ്വാസികൾക്കല്ല, വിശ്വാസികൾക്കാണ് ആത്മീക വർധന വരുത്തുന്നത്. ആമേൻ. നോക്കുക, എഫെസോസ് സഭ ഇതിലൂടെ പൗലോസ് അല്ലെങ്കിൽ അവിടെ ആമേൻ വെളിപ്പാടിൽ യോഹന്നാൻ എഴുതുമ്പോൾ പറയുകയാണ്, നിന്നെക്കുറിച്ചൊരു കുറവ് പറയാനുണ്ട്. ഇന്ന് പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെയൊക്കെ പല തെറ്റിദ്ധാരണകളുണ്ട് കേട്ടോ. ഇന്ന് രാത്രി പ്രവചനം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ കുറവുകളും പരാജയങ്ങളും ഒക്കെ മറ്റുള്ളവരോട് ആമേൻ സ്വത്രം വിളിച്ചു പറയാനും കൂടെ ദൈവം നമുക്ക് പ്രവചനം തരികയാണ്. പ്രവചനം എന്ന് പറയുന്ന ശുശ്രൂഷ വളരെ കൃത്യതയോടെ വളരെ പ്രാർത്ഥിച്ച് നമ്മൾ ഒരുക്കി ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എന്നെ ഒരു സഹോദരി, എന്റെ ശുശ്രൂഷയൊക്കെ അല്ലെങ്കിൽ മെസ്സേജുകളൊക്കെ കേട്ടിട്ടുള്ള ഒരു സഹോദരി എന്നെ ഇടയ്ക്കൊക്കെ പ്രാർത്ഥിക്കാൻ വിളിക്കുമായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്ക് വിളിക്കും, ഞാൻ പ്രാർത്ഥിക്കും, അവരുടെ ദൈവശബ്ദം എന്തെങ്കിലും പറയും. ഈ കഴിഞ്ഞ ദിവസം അവര് വിളിച്ചപ്പോ ഒരു 3-4 മാസം തന്നെ വിളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അപ്പൊ തന്നെ ഫോൺ ഡിസ്കണക്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇന്നുവരെ ഞാൻ വിളിച്ചിട്ടില്ല. അതിന്റെ കാര്യം ഞാൻ പറയാം. ആമേൻ. എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? പാസ്റ്ററെ, കഴിഞ്ഞ ദിവസം ഒരു പ്രവാചകൻ എന്നോട് പറഞ്ഞു. എന്താണെന്നറിയാമോ? പുള്ളിക്കാരൻ ഭർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല. ആമേൻ. എന്നോട് പറഞ്ഞു, ആമേൻ, എന്താണ്, ഒരു കുറെ വർഷങ്ങളായിട്ട് ദൈവകൃപയിലൊക്കെ നിൽക്കുന്നവരാകട്ടോ. പക്ഷേ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ഭർത്താവ് മരിക്കും, അതിനുശേഷം നീ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു കല്യാണം കഴിക്കും. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കല്യാണം കഴിക്കും. ആമേൻ. സ്തോത്രം. ആമേൻ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആമേൻ. ഞാൻ പറഞ്ഞു കർത്താവിന്റെ ദാസിയെ, കുറെ നാളുകളായിട്ട് ഞാൻ താങ്കൾക്ക് വേണ്ടി എന്നെ വിളിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്, സത്യമാണ്. പക്ഷെ ഈ വിഷയത്തിന് വേണ്ടി ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കത്തുമില്ല. ഇനി താങ്കളുമായിട്ട് ഒരു പ്രാർത്ഥനായികൾ സഹായിക്കുന്നതിന് പോലും എനിക്ക് എന്തില്ല, താല്പര്യമില്ല. പുള്ളിക്കാരത്തി ഇങ്ങനെ ആ പ്രവചനം ഏത് പ്രവാചകനാ പറഞ്ഞത് എനിക്കറിയത്തില്ല. കർത്താവ് ആമേൻ. നോക്കുക, സ്വന്തം ഭർത്താവ് മരിക്കും, അതിനുശേഷം അനുഗ്രഹിക്കപ്പെട്ട നല്ല നിന്നെ സ്നേഹിക്കുന്ന നിന്നെ കരുതുന്ന നല്ല എന്താ പറയുക അതിന്, അങ്ങനെയുള്ള ഒരുത്തനെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ആമേൻ. പുള്ളിക്കാരത്തി ഇതിങ്ങനെ തപ്പി നടക്കുക, ഇവനാവോ? ആമേൻ. സ്തോത്രം. എന്തുവാ ചെയ്യുക? ആമേൻ. പേര് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ ഞാൻ എന്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ആമേൻ. ഇതൊക്കെ ഈ ഫ്രാക്ഷൻ ഓഫ് ഡേയ്സിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ആമേൻ. സ്വത്രം. ഇപ്പോഴും ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുണ്ട്. കാര്യം ബൈബിൾ എന്താ പറയുന്നത്? ഭർത്താവ് രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഭാര്യയുടെ നല്ല നടപ്പിനാൽ എന്ത് ചെയ്യും? കർത്താവിനോട് ചേർന്ന് വരുമെന്നാ പറഞ്ഞത്. ആ വചനം കിടക്കുമ്പോൾ പറയും, നിന്റെ ഭർത്താവ് ആവും, അതിനുശേഷം നല്ല ഒരുത്തനെ ദൈവം വെച്ചിട്ടുണ്ട്, അവൻ ഒരുപക്ഷെ വിദേശത്തായിരിക്കാം. ആമേൻ. പ്രിയരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എവിടെ നമ്മൾ അത് വിശ്വസിച്ച് അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. കാലിൽ നീര് വന്നപ്പോ വിചാരിക്കുക അവൻ തട്ടിപ്പോവും. ആമേൻ. ആമേൻ. ഒന്ന് വഴുതി വീണപ്പോ പുള്ളിക്കാരത്തി പറയാം, ഇതായിരിക്കും ചിലപ്പോ അന്ന് പ്രവചനം പറഞ്ഞത്, ഇയാൾ തട്ടിപ്പോകാനുള്ള സാധ്യതയാ. മരിക്കോ വാസ എന്നൊക്കെ ചോദിച്ചു എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, മരിക്കാനും പോകുന്നില്ല, ജീവിക്കാനും പോകുന്നില്ല, മരിക്കാനും പറയുന്നില്ല, ജീവിക്കാനും പറയുന്നില്ല, പരിപാടി നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. ഇതുവരെ ഞാൻ പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടില്ല. അപ്പൊ എന്താ കാര്യം എന്നറിയാമോ?
ആ പ്രവചിച്ചവരുടെ പ്രവചനം, അങ്ങനെ ഒരു പ്രവചനം പറയാനുള്ള വ്യവസ്ഥ വേദപുസ്തകത്തിലില്ല. ഒന്ന്. രണ്ട്, അങ്ങനെ ഒരു പ്രവചനം റിസീവ് ചെയ്യാനുള്ള യാതൊരു അല്ലെങ്കിൽ കാര്യങ്ങളും വേദപുസ്തകത്തിലില്ല. നോക്കുക, നിങ്ങളിത് ചിന്തിച്ച് നോക്കിക്കേ. ഇതൊക്കെ എന്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ കഥകളൊന്നും അല്ല കേട്ടോ. വളരെ റീസെന്റ് ആയിട്ട് ഉണ്ടായ ഒരു കാര്യമാണ്. അതും വിവരവും വിദ്യാഭ്യാസവും മറ്റൊരു രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സഹോദരിയാണെന്ന് വിചാരിക്കണം. അല്ലാതെ വിവരമില്ലാത്ത അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തവരല്ല. വളരെ ആത്മീയ അനുഭവങ്ങളുള്ള, വചനം അവിടുന്ന് ചോദിച്ചാലും എവിടുന്ന് ചോദിച്ചാലും പറയുന്ന അനുഭവങ്ങളുള്ള പ്രിയപ്പെട്ടവരാണ് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനോടൊപ്പം തന്നെ അത് മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കേണ്ടതുമാണ്. ആമേൻ. അപ്പോ നമുക്ക് ഇവിടെ പറയുന്നു, പ്രവചനം അവിശ്വാസികൾക്കല്ല, വിശ്വാസികൾക്കാണ്. ആമേൻ. അപ്പോ നമ്മളിലുള്ള കുറവുകളും പരാജയങ്ങളും ഒക്കെ ആമേൻ വെളിപ്പെടുത്താൻ വേണ്ടിയും ദൈവം തരുന്ന ഒരു ആത്മീക ശുശ്രൂഷയാണ് പ്രവചനം എന്ന് പറയുന്നത്. അതേ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ മരവില്ലാത്തവനോ അകത്ത് വന്നാൽ അവന്റെ കുറവുകൾ ദൈവം വെളിപ്പെടുത്തുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? നിങ്ങളുടെ ഇടയിൽ കവിണ്ണ് വീണിട്ട് ഇങ്ങനെ പറയും, നിങ്ങളുടെ നടുവിൽ ദൈവമുണ്ടെന്ന് പറയും. ഹല്ലേലൂയ. നോക്കുക, ശമരിയ സ്ത്രീയോട് യേശു പറഞ്ഞെന്താ? 5 ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരുത്തനുണ്ട്, അവൻ ഭർത്താവല്ല. അമ്മ നോക്കിയേ, ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞ ഒരുത്തനെ ഞാൻ കണ്ടെത്തി, അവൻ മശിഹ ആയിരിക്കാം എന്ന് പറഞ്ഞ് പട്ടണത്തിലേക്ക് ഓടി അവൾ ആ പട്ടണത്തെ അനേകരെ നേടാനിടയായി. ഓക്കെ, അപ്പൊ നമുക്ക് വേഗത്തിൽ മുമ്പോട്ട് പോകാം. അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് രാത്രികാലം തിരിച്ചറിയണം, ആമേൻ ആമേൻ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും എന്ത് ചെയ്യും? പ്രവചിക്കും. പ്രിയരെ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പ്രവചിക്കുന്നവരായി മാറണം. ദൈവസഭയ്ക്ക് വെച്ച് പ്രവചിക്കുന്നവരുണ്ടാകണം. ആമേ, കൃത്യമായ ആത്മാവിനാൽ കൃത്യമായ ദൈവാലോചനകൾ കൈമാറുന്നവര് ദൈവസഭയ്ക്കകത്തുണ്ടാകണം. ആമേൻ. എത്ര പേർക്ക് അതിന് സന്തോഷമുണ്ടെന്ന് രാത്രി നോക്ക്. അത് വചനം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇന്ന് രാത്രി ആമേ വിശേഷാൽ പ്രവചനവരം എന്ത് ചെയ്യണം? വാഞ്ചിക്കണം. നമുക്കൊരു കൃത്യമായ ആലോചന വേണോ? അത് തരാൻ ദൈവം വിശ്വസ്തനാണ്. എത്രയോ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടെന്ന് അറിയാമോ? എത്രയോ സംഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. പ്രിയരെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഡേറ്റ് വെച്ച്, മാസം വെച്ച്, വർഷം വെച്ച് കൃത്യമായി എന്നോടും നിങ്ങളോടും ആലോചന കൈമാറാൻ ആമേ കർത്താവിന് കഴിയും. യാതൊരു സംശയമില്ലാത്ത കാര്യം കേട്ടോ ഇന്ന് രാത്രി. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ആമേൻ. ഇവിടെ പറയുന്നു, ആമേൻ, നോക്കുക, ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അവിടെ തൊട്ട് അങ്ങനെ പുരോഗമിക്കുന്ന പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. ആമേ, അന്ത്യകാലത്തെ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരം. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ എന്ത് ചെയ്യും? ദർശനങ്ങളെ കാണും. ആമേൻ. കേട്ടോ, ദർശനങ്ങൾ വളരെ അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. വെളിപ്പാടുകൾ, ദർശനങ്ങൾ ഇല്ലാതെയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു എന്നാ വചനം പറയുന്നത്. പ്രിയരെ, വെളിപ്പാടുകളും ദർശനങ്ങളും നമുക്ക് വേണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായ വെളിപ്പാടുകൾ ദൈവം തരണം. നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായ വെളിപ്പാട് ദൈവം കാണിക്കും. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം നിങ്ങൾ പഠിക്കണം കേട്ടോ. ശക്തമായ വെളിപ്പാടിന്റെ ഒരു മണ്ഡലം ദൈവം നമുക്ക് തുറന്നു വരും. ആമേൻ. നമ്മൾ ആരോട് ചിലപ്പോൾ ആലോചന ചോദിക്കേണ്ടി വരത്തില്ല. നമ്മുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ചില വെളിപ്പാടുകൾ നമുക്ക് തരും. ഹല്ലേലൂയ. ആ വെളിപ്പാട് എന്തിനാണെന്നറിയാമോ? നിന്റെ ജീവിതത്തെ തകർക്കാനല്ല, നിന്റെ ജീവിതത്തെ മുൻപോട്ട് നടത്താനാ ദൈവം പ്രവചനങ്ങളും വെളിപ്പാടുകളും ദർശനങ്ങളും ഒക്കെ തരാൻ വേണ്ടി പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അനേക ദർശനങ്ങളെ കുറിച്ച് അതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അതിലൊരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഏകദേശം 11ഓളം ദർശനങ്ങൾ എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒന്നാമത് സ്തേഫാനോസിനുണ്ടായ ദർശനം അല്ലേ? അത് എഴുതിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 55-ഉം 56-ഉം വാക്യത്തിലാ. തന്നെ മറ്റുള്ളവർ കല്ലെറിയുമ്പോൾ സ്തേഫാനോസ് കണ്ട ദർശനം എന്താണെന്നറിയാമോ? ആമേൻ, സ്വർഗം തുറന്നിരിക്കുന്നതും അല്ലെ? മനോഹരമായ ദർശനം. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് കർത്താവായ യേശുക്രിസ്തു ആദ്യത്തെ രക്തസാക്ഷി സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന അതിമനോഹരമായ ദർശനമാര് കണ്ടു? സ്തെഫാനോസ് കണ്ടു. 2, ഡമസ്കോസിൽ വെച്ച് പൗലോസിനുണ്ടായ ദർശനം. ദർശനം ഉണ്ടായി. എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 22 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 26 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. 3, അനന്യാസിനുണ്ടായ ദർശനം. എന്താണ്? അനന്യാസിനുണ്ടായ ദർശനം. അത് എഴുതിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള ദർശനത്തെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. ആമേൻ. നോക്കുക, 4-മതായിട്ട് യൂദായുടെ വീട്ടിൽ വെച്ച് അപ്പോസ്തലനായ പൗലോസിന് ഒരു ദർശനം ഉണ്ടായി.
ആമേൻ. 9-ാം അധ്യായം 12-ാമത്തെ വാക്യം. ആമേൻ. ഹല്ലേലൂയ. ആറാമതായിട്ട് 10-ാം അധ്യായം 1 മുതൽ നമ്മൾ പഠിച്ചാൽ കൊർന്നല്യോസിനുണ്ടായ ഒരു ദർശനത്തെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുക. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. ആമേൻ, സ്തോത്രം. 6-ാമതായിട്ട് അതേ സമയത്ത് തന്നെ അതേ അധ്യായത്തിൽ തന്നെ പത്രോസിനൊരു ദർശനം ഉണ്ടായി. 10-9 മുതൽ 16 വരെ. ആമേൻ. അത് 7-ാമതായിട്ട് ത്രോവാസിൽ വെച്ച് പൗലോസിന് രാത്രിയിൽ ഒരു ദർശനം ഉണ്ടായി. ത്രോവാസിൽ വെച്ച് മാൽസഡോണിയിലേക്ക് അവരെ വിളിക്കുന്ന ദർശനം. അത് എഴുതിയിരിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 16-9 മുതൽ 10 വരെയുള്ള വാക്യമാണ്. 8-ാമതായിട്ട് കൊരിന്തിൽ വെച്ച് പൗലോസിന് ദർശനം ഉണ്ടായി. 18-ാം അധ്യായം അത് നമ്മളിപ്പോ വായിച്ചത് 9 മുതൽ 10 വരെയുള്ള വാക്യം. 9-ാമത്തത് യെരൂശലേം ദേവാലയത്തിൽ വെച്ച് പൗലോസിന് ഒരു ദർശനം ഉണ്ടായി. അത് എഴുതിയിരിക്കുന്നത് 22-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലാണ്. അടുത്തത് 10-ാമത് അന്റോണിയ കോട്ടയിൽ വെച്ച് പൗലോസിനുണ്ടായ ഒരു രാത്രി ദർശനം 23-11. ആമേൻ. 11-ാമതായിട്ട് റോമിലേക്കുള്ള കപ്പൽ യാത്രയിലുണ്ടായ രാത്രി ദർശനം. അത് 27-23. ഇങ്ങനെ 11 ദർശനങ്ങളെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അത് പ്രസംഗിക്കണമെങ്കിൽ ഒരു 11 വർഷമെങ്കിലും എടുക്കും. അതുകൊണ്ട് അത് വേണ്ട. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ അതിൽ ഒരു ദർശനം ഞാൻ ഇങ്ങനെ ഈ ഒരു കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് തന്നതാണ് ഈ ദർശനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. 18-ാം അധ്യായത്തിലെ 9-10 വാക്യമാണ് നമ്മൾ വായിച്ചത്. ആമേൻ. പൗലോസിന്റെ 2-ാമത്തെ മിഷണറി യാത്രയിൽ ഹല്ലേലൂയ ഫിലിപ്പയിലും ബെരോവയിലും അതുപോലെ തന്നെ തെസ്സലോനിക്കയിലും വലിയ എതിർപ്പുകൾ ഉണ്ടായി. ഹല്ലേലൂയ. അപ്പോ എതിർപ്പുകൾ ഉണ്ടാകുന്നു. അപ്പൊ എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ദർശനമുള്ളവർക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇതിനകത്ത് പ്രതികൂലങ്ങളിൽ നിൽക്കുന്നവരാരാ? ദർശനമുള്ളവരാ. ദർശനമില്ലാത്തവർ ചെറിയ പ്രതികൂലത്തിന്റെ മുമ്പിൽ മടങ്ങിപ്പോകും. പക്ഷെ ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയാം കേട്ടോ. ദർശനമുള്ളവർ എത്ര വലിയ പ്രതികൂലം വന്നാലും കർത്താവിനെ വിട്ടുപോകത്തില്ല. ഇന്ന് രാത്രി ഇതിന്റെ അകത്തിരിക്കുന്ന പലർക്കും നിൽക്കുന്നതിന്റെ കാരണം ദർശനമുള്ളത് കൊണ്ടാണ്. ഹരിപ്പാസ്റ്റോട് ദൈവാത്മാവ് പറയുകയാണ്, ഒരു ദർശനം ഞാൻ നിന്റെ മേലാക്കി വെച്ചിട്ടുണ്ട്. ആ ദർശനമാണ് ഈ പ്രതികൂലത്തിന്റെ അകത്ത് നിന്നെ എന്ത് ചെയ്യുന്നത്? നിലനിർത്തുന്നത്. ആമേൻ. ആ ദർശനത്തിന് ഇനിയും ഒത്തിരി മുൻപോട്ട് നടത്താനുണ്ടെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ആലോചന പറയുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി ദർശനമില്ലാത്ത പലരും പോയി. പക്ഷെ ഇന്ന് രാത്രി ദർശനമുള്ളവരായി മീറ്റിങ്ങിലുള്ളത് കേട്ടോ. ഇന്ന് രാത്രി അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയാം. ഇതിനകത്ത് അമ്മയുള്ളവരൊക്കെ ഒരു ദർശനമുള്ളവരാ, ഒരു കാഴ്ചപ്പാടുള്ളവരാ, ദൈവവുമായിട്ടൊരു അഭേദ്യമായ ബന്ധമുള്ളവരാ. ആമേൻ. ദൈവം പകർന്ന ഒരു ദർശനമുള്ളവരാ, അല്ലെങ്കിൽ ദൈവം ഒരു ദർശനം കൈമാറിയവരാണ് ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നതെന്ന് പറയുന്നതിൽ എനിക്ക് അല്പം പോലും അതിശയോക്തിയില്ല. സ്തോത്രം. ഇന്ന് രാത്രി ഒരു ദർശനം ഉണ്ട്. ആ ദർശനം എന്താണെന്നറിയോ? ദൈവം തന്നെ ദർശനം കാണിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് പല പദ്ധതികളുണ്ട്. ദൈവം വെറുതെ ഒരു ദർശനമൊന്നും കാണിക്കത്തില്ല. ദൈവം നിന്നെ ഒരു ദർശനം കാണിച്ചാൽ, നിന്നോടൊരു ദർശനം കൈമാറിയാൽ അതിന്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അപ്പൊ എതിർപ്പുകളുടെ മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തെസ്സലോനിയയിലും ആമേൻ സ്തോത്രം, അതുപോലെ തന്നെ ബെരോവയിലും ഫിലിപ്പിയിലും ഒക്കെ വെച്ച് അതികഠിനമായ പ്രശ്നങ്ങൾ, എതിർപ്പുകൾ ഉണ്ടായി. എതിർപ്പുകൾ ഉണ്ടാകാനുള്ള കാരണം അവിടെ തന്നെ എഴുതിയിട്ടുണ്ടല്ലേ. 18-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പള്ളിപ്രമാണിയായ ക്രിസ്പോസും കുടുംബവും എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു കേട്ടോ. സ്നാനപ്പെട്ടു. ചിലരൊക്കെ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ എതിർപ്പുണ്ടാവും. ആമേൻ കേട്ടോ. ഇവിടെ പറയുന്ന ക്രിസ്പോസും കുടുംബവും സ്നാനപ്പെട്ടു. ക്രിസ്പോസ് ആരാ? പള്ളിപ്രമാണി എന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ. ബൈബിൾ നമ്മൾ പഠിച്ച ഒത്തിരി പള്ളിപ്രമാണികൾ രക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ കർത്താവിന്റെ അടുത്ത് വന്നിട്ടുണ്ട് അല്ലെ. ഒത്തിരി പള്ളിപ്രമാണികൾ വന്നിട്ടുണ്ട്. സുവിശേഷങ്ങളിൽ 2 പള്ളിപ്രമാണി, യായിറോസ് എന്ന് പറയുന്ന ഒരു പള്ളിപ്രമാണിയെ കുറിച്ച് കാണാനായിട്ട് കഴിയും. ഓക്കെ, അതും നമ്മുടെ ഈ വിഷയത്തിലേക്ക് കയറ്റിയാൽ നമ്മുടെ സമയത്ത് തീരത്തില്ല. അവിടെ നിൽക്കട്ടെ. പള്ളിപ്രമാണി എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പള്ളിപ്രമാണിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ബൈബിളിൽ നിങ്ങൾ നോക്കി പഠിക്കണം. പള്ളിപ്രമാണികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ പള്ളിപ്രമാണി എന്ന് പറയാൻ കാരണം എന്താ? പള്ളിപ്രമാണി എന്താ ചെയ്തുകൊണ്ടിരുന്നെന്ന് അറിയാമോ? ആമേൻ. ഒന്ന്, പള്ളിപ്രമാണിയുടെ ഡ്യൂട്ടി എന്തായിരുന്നു? പള്ളിപ്രമാണിയുടെ ഡ്യൂട്ടി എന്തായിരുന്നു? യഹൂദന്മാരുടെ ചില ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ പുസ്തകങ്ങളിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പറയാം. 4 ഡ്യൂട്ടിയാണ് ഒരു പള്ളിപ്രമാണിക്ക് ഉണ്ടായിരുന്നത്. 4 ഡ്യൂട്ടി. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആരാധനാ സ്ഥലം ഒരുക്കുക. നമ്മുടെ ചർച്ചിലൊക്കെ ചില പള്ളിപ്രമാണികൾ ഉണ്ടല്ലോ അല്ലെ. ആമേൻ. നല്ലതാ കേട്ടോ. അപ്പോ പള്ളിപ്രമാണിയുടെ 4 വിധ ഡ്യൂട്ടികൾ ആമേൻ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്,
ആമേൻ, ക്രിസ്പോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയും കുടുംബവും സ്നാനപ്പെട്ടപ്പോഴാണ് കൊരിന്തിൽ പ്രശ്നം ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ മടങ്ങി വരുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ഒരു അവലോകനം പള്ളിപ്രമാണിയെ കുറിച്ച് നടത്താൻ ആഗ്രഹിക്കുക. അപ്പൊ ആരാ പള്ളിപ്രമാണി? ഒന്ന്, ആരാധനാ സ്ഥലം ഒരുക്കുക എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ആരാധനാ സ്ഥലത്ത് ആമേൻ എല്ലാവർക്കും കയറി കാര്യങ്ങളൊന്നും ക്രമീകരിക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ഒരുക്കപ്പെട്ട ചില വ്യക്തികളുണ്ട്. അവരുടെ പേരാണ് പള്ളിപ്രമാണി എന്ന് പറയുന്നത്. ആമേൻ. അപ്പൊ അവരുടെ പരിപാടി ആരാധനാ സ്ഥലം ഒരുക്കുക. രണ്ട്, ആരാധനയ്ക്കുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യുക. ആമേൻ, ആരാധനയ്ക്കുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യുക. മൂന്ന്, വായനയ്ക്കും പ്രാർത്ഥനയ്ക്കും മറ്റുള്ളവരെ ചുമതലപ്പെടുന്നവരാ. അതായത് യേശുക്രിസ്തു ആലയത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ബൈബിൾ വെച്ചിരിക്കുന്നത്, ന്യായപ്രമാണ പുസ്തകം വെച്ചിരിക്കുന്നത് കണ്ടു, അല്ലെ? ന്യായപ്രമാണ പുസ്തകം വെച്ചിരിക്കുന്നത് കണ്ടു, യേശു അതെടുത്ത് വായിച്ചു എന്നൊക്കെ വായിക്കുമ്പോൾ അതിനൊരു ക്രമീകരണമുണ്ട്. അപ്പം വായനയ്ക്കും പ്രാർത്ഥനയ്ക്കും ആളുകളെ ചുമതലപ്പെടുത്തുന്ന ആളാണ് ആര്? പള്ളിപ്രമാണി എന്ന് പറയുന്നത്. അടുത്തത് ഒരു ഡ്യൂട്ടിയും കൂടെ ഉണ്ട് പള്ളിപ്രമാണിക്ക്. പള്ളിയിൽ വരുന്നവരെ എല്ലാം സ്വാഗതം ചെയ്ത് അതിനകത്ത് കൊണ്ട് ഇരുത്തുക. ഈ 4 കാര്യങ്ങൾ ചെയ്യുന്നവനാണ് പള്ളിപ്രമാണി. അപ്പൊ ഒരു പള്ളിപ്രമാണി പള്ളിയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാ. എത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ആരാധനയ്ക്ക് സ്ഥലമൊരുക്കുക, ആരാധനയ്ക്കുള്ള ക്രമീകരണങ്ങൾ നടത്തുക, വായനയ്ക്കും പ്രാർത്ഥനയ്ക്കും ആളുകളെ ചുമതലപ്പെടുത്തുക, സന്ദർശകരെ സ്വാഗതം ചെയ്യുക. ഇങ്ങനെ 4 കൂട്ടം കാര്യങ്ങൾ ചെയ്യുന്നവരാ പള്ളിപ്രമാണി. അങ്ങനെ ഒരാള് രക്ഷിക്കപ്പെട്ടാൽ ഒരാഴ്ച അടുത്ത ആഴ്ച നോക്കുമ്പോൾ ക്രിസ്പോസിനെ കാണാനില്ല. അങ്ങനെ അങ്ങ് ചിന്തിക്കാം. ക്രിസ്പോസിനെ കാണാനില്ല. പള്ളിയിലെ കാര്യങ്ങളെല്ലാം അലങ്കോലമായി. ആമേൻ. അപ്പോ ഇതുവരെ ഇല്ലാത്ത പോരാട്ടമൊക്കെ, കറണ്ടും പോയി. ഓക്കെ, നോ പ്രോബ്ലം. ഇവിടെ എറണാകുളത്ത് അങ്ങനെ കറണ്ട് പോകാറില്ല, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പോ നോക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ശബ്ദത്തിനൊന്നും ഒരു കുഴപ്പമില്ല, നമുക്ക് വളരെ ശക്തമായി മുൻപോട്ട് പോകാം, ഒരു പ്രശ്നവുമില്ല. അപ്പൊ 4 കാര്യങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ആരൊക്കെയോ രക്ഷിക്കപ്പെടാൻ പോകുന്നുണ്ട് കേട്ടോ. അതൊന്നും പിശാചിന് പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ചില പള്ളിപ്രമാണികളൊക്കെ എന്ത് ചെയ്യപ്പെടാൻ പോവുക? വിടുവിക്കപ്പെടാൻ പോവുക. ചില പള്ളിയിലെ ചില പ്രമാണികളെ കർത്താവ് എന്ത് ചെയ്യാൻ പോവുക? പുറത്തു കൊണ്ടുവരാൻ പോവുക. എന്തിനാ എതിർപ്പുണ്ടാകുന്നത്? ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ പള്ളിയിൽ നിന്ന് പോയാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിക്കുക. ആമേൻ. എല്ലാ കാര്യങ്ങളും പള്ളി, ഇപ്പൊ 4 കൂട്ടം കാര്യം എന്തിനാ ഞാൻ പറഞ്ഞേ? ഇതുപോലെ സ്ട്രോങ് ആയിട്ട് പള്ളിയിൽ നിൽക്കുന്ന ആളുകളാണ് പള്ളിപ്രമാണികൾ. ഇന്നത്തെ പള്ളിപ്രമാണികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പള്ളിയുടെ ഡോറിന്റെ അവിടെ കാലും കയറ്റി വെച്ചിരിക്കുന്നവരാണ് പള്ളിപ്രമാണികൾ, ഇല്ലേ? ആമേൻ. അവരാണ് പള്ളിപ്രമാണി. പള്ളിപ്രമാണി അകത്തോട്ട് കയറത്തില്ല, ആരെയും അകത്തോട്ട് അധികം കയറ്റാനും സമ്മതിക്കത്തില്ല. ഡോറിന്റെ അവിടെ കാലം കയറ്റി വെച്ച ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹം ആയിരിക്കും ആര്? പള്ളിപ്രമാണി എന്ന് പറയുന്നത്. പോട്ടെ. അപ്പം പള്ളിപ്രമാണി എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ, അല്ലെങ്കിൽ ഇവിടെ യേശു പറയുന്ന കാലത്ത് പള്ളിപ്രമാണിക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരാള് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ വെറുതെ ഇരിക്കുമോ? ഇങ്ങനെ ഒരാളെ കാണാൻ പള്ളിയിലില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇയാളിപ്പോ ഒരു പള്ളി ഒരുക്കേണ്ട ഒരു സമയത്താണ്, അതായത് 2 ദിവസം മുമ്പ് അയാൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ ആഴ്ച പള്ളിയിൽ ഇയാൾ പോകുന്നില്ല. പള്ളിയിലെ കാര്യങ്ങളൊക്കെ താറുവാളാവും. എന്താണ്? ആരാധനയ്ക്ക് സ്ഥലം ഒരുക്കാൻ ആളില്ല, ആരാധനയ്ക്ക് ക്രമീകരണങ്ങൾ വരുത്താൻ ആളില്ല, ആ വായനയ്ക്ക് പുസ്തകത്ത് വായിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ടൊക്കെ ആളുകളെ ചുമതലപ്പെടുത്തേണ്ട ആള്, സന്ദർശകരെയൊക്കെ അകത്ത് വിളിച്ചു കയറ്റി ഇരുത്തേണ്ടവരെ ഇരുത്തേണ്ട സ്ഥലത്ത് ഇരുത്തേണ്ട ആളായിരിക്കുന്ന പള്ളിപ്രമാണി. ക്രിസ്പോസും കുടുംബവും ഇപ്പോ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അതാ എന്റെ കാര്യം. ഹല്ലേലൂയ. അപ്പൊ ചിലര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ, ഈ ചിലരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ട് അങ്ങോട്ട് വരണം. നമ്മൾ ഈ പള്ളിപ്രമാണി ഇത്ര വലിയ പ്രാധാന്യമുള്ള ആളായിട്ട് പോയി ആള് സ്നാനപ്പെട്ടു. ആമേൻ. സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു എന്നുള്ളതാണ്. അപ്പൊ പള്ളിപ്രമാണി സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര എതിർപ്പുണ്ടായി, വലിയ പ്രതിസന്ധികൾ ഉണ്ടായി. ആമേൻ. കാരണം പള്ളിപ്രമാണി സ്നാനപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്തിന് എത്ര എതിർപ്പുണ്ടാകുന്നത്? അതിന്റെ ആ ഡീപ്നെസ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ പള്ളിപ്രമാണിയുടെ ഡ്യൂട്ടി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആമേൻ. എന്നാൽ വലിയ പ്രശ്നമുണ്ടായി. പ്രശ്നമുണ്ടായപ്പോൾ പൗലോസും മനുഷ്യനല്ലേ, ചെറിയ ഭയവും ആമേൻ, ചെറിയ രീതിയിലുള്ള എന്താ പറയുക, മുൻപോട്ട് പോകാനുള്ള ഒരു ധൈര്യപ്പുറമൊക്കെ ഒരു പക്ഷെ വന്നെന്നു. പക്ഷെ രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവം ദർശനത്തിൽ അങ്ങ് ഇടപെടുകയാ. ഇന്ന് രാത്രി ചിലരോടൊക്കെ ദൈവാത്മാവ് ഈ ശുശ്രൂഷയിൽ ദർശനത്തിൽ എന്ത് ചെയ്യാൻ പോവുക? ഇടപെടാൻ വേണ്ടി പോവുകയാ. രക്തത്താൽ ചെയ്യും,
ഓ റാബ ശാന്തന റബൽക്കമന. ഇന്ന് രാത്രി നോക്കുക, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ട് നിന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ട് കേട്ടോ. ഇന്ന് രാത്രി ഷിബു എന്ന് പറയുന്ന ബ്രദറിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഒരു സ്വർഗീയ ദർശനം നിന്റെ മേൽ കിടപ്പുണ്ട് കേട്ടോ. ആമേ പൗലോസ് പറയുന്നത് പോലെ പറയേണ്ടത് ആവശ്യമാ. ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല എന്ന് പറയത്തക്കവണ്ണം ആമേ ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് ദിവസങ്ങളിൽ പുറത്തു വരണമെന്ന് ദൈവത്തിന്റെ ആത്മാവിന് രാത്രികാലം ഓർപ്പിക്കുകയാണ്. രക്തത്താൽ ജയം. അപ്പം പൗലോസിനോട് അവിടെ ആമേ 5 കൂട്ടം കാര്യങ്ങളാണ് ദർശനത്തിൽ പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് മിണ്ടാതിരിക്കരുത്. രണ്ടാമത് പറയുന്നത് ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അല്ല, ഒന്നാമത് പറയുന്നത് ഭയപ്പെടാതെ പ്രസംഗിക്കുക. എന്താണ്? ഭയപ്പെടാതെ പ്രസംഗിക്കുക. അപ്പൊ പൗലോസിന്റെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടായി. ഈ ക്രിസ്പോസ് ഒക്കെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ വലിയ പ്രതികൂലം അവിടെ ഉണ്ടായപ്പോൾ പൗലോസിനോട് പറയുകയാണ്, ഭയപ്പെടാതെ പ്രസംഗിക്ക. നീ ഭയപ്പെടണ്ട കേട്ടോ. ഇന്ന് രാത്രി നീ ഭയപ്പെടണ്ട. ആമേൻ. കാരണം എന്നാ? ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ആമേൻ. നോക്കുക, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അവിടെ അവിടെ നമ്മുടെ യോശുവയുടെ മോശയുടെ മരണശേഷം ഈ വലിയ കൂട്ടം ജനത്തെ മുൻപോട്ട് നടത്തേണ്ടത് ആരുടെ ആവശ്യമാണ്? യോശുവയുടെ ആവശ്യമായി മാറി. നിങ്ങൾ പിന്നെ വായിക്കണം 1-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, യോശുവയുടെ പുസ്തകം. അവിടെ എത്ര മനോഹരമായിട്ടാണ് ദൈവം യോശുവയെ ബലപ്പെടുത്തുന്നത് അറിയാമോ? ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ എന്ത് ചെയ്യും? ഇരിക്കും. നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിനക്കെതിരെ എന്ത് ചെയ്യത്തില്ല? നിൽക്കുകയില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്ക. യെസ്. ഇന്ന് രാത്രി നോക്കുക, ദൈവം പറയുന്നു ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കെ. സെബിൻ എന്ന് പറയുന്ന ബ്രദറിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി ഒന്ന് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും കേട്ടോ. ഇന്ന് രാത്രി നീ ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. ഇന്ന് രാത്രി ദൈവം കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് രാത്രി പറഞ്ഞു, ഭയപ്പെടേണ്ട, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്ക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. അപ്പൊ രാത്രി ദർശനം കാണിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. എന്നെയോ നിങ്ങളെ ദൈവം ഒരു ദർശനം കാണിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ചില ദർശനങ്ങൾ നടക്കാൻ വേണ്ടിയാ, ചില ദർശനങ്ങളെ കാണിക്കുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി നീ രാത്രിയുടെ യാമത്തിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം. ഒരു അപകടം ഉണ്ടാകുന്ന ദർശനം ദൈവം നിന്നെ കാണിച്ചാൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച അപകടത്തെ ശാസിക്കാനുള്ള ഒരു കൃപയും കൂടെ നിന്റെ മേൽ തന്നിട്ടാ ദൈവം നിനക്ക് ആ ദർശനം തരുന്നത്. ആമേൻ, ഹല്ലേലൂയ. എന്നെ ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കർത്താവ് പല ദർശനങ്ങൾ കാണിക്കാറുണ്ട് കേട്ടോ. ചില ഞങ്ങളുടെ ഈ കൊറോണ സമയത്തുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. ഞാനിങ്ങനെ രാത്രി കിടന്നുറങ്ങുമ്പോ 2 മണിയായപ്പോ ഞാനൊരു ദർശനം കാണുക. ഞങ്ങളുടെ സഭയിലുള്ള ഒരു മോനുണ്ട്. അവന്റെ ശരീരം അല്ലെങ്കിൽ അവന് കൊറോണയാണ്. ആ സമയത്ത് 10-27 വയസ്സുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ചെറുപ്പക്കാരനാണ്. ദൈവസഭയിൽ വളരെ പ്രയോജനമുള്ള ആൾ. 2 മണിയായപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ദർശനം കാണിച്ചു. അവന് വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്ന ദർശനം കാണിച്ചു. യെസ്. പെട്ടെന്ന് ഞാൻ വൈഫിനെ എഴുന്നേൽപ്പിച്ചു. റീനയോട് പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദർശനം കണ്ടു കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞു. ഞങ്ങൾ കൈ കോർത്ത് പിടിച്ചങ്ങ് പ്രാർത്ഥിച്ചു. എനിക്കറിയാം ആ ദർശനം. ആമേൻ, സ്തോത്രം. കാരണം അറിയുമോ, അവൻ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ദൈവം നമ്മളെ ദർശനത്തിൽ കാണിക്കുന്നത് കേട്ടോ. ഇന്ന് രാത്രി ആമേൻ, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രാർത്ഥനകൾ ദർശനങ്ങളായിട്ട് എനിക്ക് തരാൻ ദൈവത്തിന് കഴിയും. എന്നെ കുറിച്ച് നിങ്ങൾക്കൊരു ദർശനം തരാൻ ദൈവത്തിന് കഴിയും. ദൈവം എന്തിനാ എന്നെ ദർശനം കാണിക്കുന്നറിയാം? ആ ദർശനം കണ്ടിട്ട് MRF ടയർ പോലെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയല്ല. ആ ദർശനം കണ്ടിട്ട് നമ്മൾ എഴുന്നേറ്റ് ശക്തമായിട്ട് ആ വിഷയത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിന്റെ മേലെ അന്നേരം വിടുതൽ നടക്കും. ഞങ്ങളത് രാത്രി എഴുന്നേറ്റ് ആ പയ്യന് വേണ്ടി ശക്തമായി ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കിടന്നു ഉറങ്ങി. ആ സമയത്ത് വിളിക്കാൻ പറ്റത്തില്ലല്ലോ. നേരം വിളിച്ചപ്പോൾ ഞാൻ വിളിച്ചു, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു. എനിക്കറിയാം, എനിക്ക് ആത്മാവിൽ ഞാൻ സെൻസ് ചെയ്തുകൊണ്ട് ചോദിച്ചു, എന്ത് പറ്റുന്നത് രാത്രി? അവൻ പറഞ്ഞു, രാത്രി 2 മണിക്ക് ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. പെട്ടെന്ന് എനിക്ക് ബോധമില്ലാതെ ഞാൻ ബാത്റൂമിൽ വീണു. ആരെയും വിളിക്കാൻ പറ്റത്തില്ല. ഒന്നും അറിയത്തില്ല. അതിനകത്ത് കിടന്ന് മരിച്ചു എന്ന് പറയുന്ന ഒരു സന്ദർഭം എനിക്കുണ്ടായി. പ്രിയരെ, ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയണം കേട്ടോ. ആ സന്ദർഭത്തിൽ ആ കർത്താവ് എനിക്ക് ദർശനം തരുന്നത്. എന്നോട് കർത്താവ് ദർശനത്തിൽ പറഞ്ഞു, അവനോട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കേട്ടോ. അവനവിടെ സ്വത്രം നിരാലംബനായി ബാത്റൂമിന്റെ തറയിൽ നിന്നൊന്ന് എഴുന്നേക്കാൻ പോലും കഴിയാതെ, ഒരാളെ വിളിക്കാൻ കഴിയാതെ സ്തോത്രം കിടക്കുന്ന സമയത്ത് രാത്രി 2 മണിക്ക് നല്ല സുഖമായിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ദൈവം കാണിച്ച ദർശനത്തിന് വേണ്ടി ഞങ്ങൾ എഴുന്നേറ്റ് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതൻ
മുറിക്കകത്ത് അല്ലെങ്കിൽ ആ ബാത്റൂമിന്റെ അകത്തിറങ്ങി പൊക്കിയെടുത്ത് അവരെ കട്ടിലെ കൊണ്ട് കിടത്തി. ആമേൻ സ്വത്രം. അവൻ പറഞ്ഞു, എനിക്കറിയത്തില്ല ആരെ വന്നെന്നറിയത്തില്ല, ഏതോ ഒരു കരം വന്ന് എന്നെ പൊക്കിയെടുത്ത് എന്നെ കട്ടിലെ കൊണ്ട് കിടത്തി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സ്വർഗീയ ദർശനം നിന്നെ കാണിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഇന്ന് രാത്രി ചില ദർശനങ്ങൾ നിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി കാണിച്ചാൽ, ചില അപകടങ്ങൾ കാണിച്ചാൽ ശക്തമായി പ്രാർത്ഥിക്കണം, അത് നടക്കാതിരിക്കാൻ വേണ്ടിയാ. സ്തോത്രം. അതുപോലെ നടക്കാനുള്ള ദർശനങ്ങളും ദൈവം കാണിക്കും. ഒരിക്കലും ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചില സമയങ്ങളിലൊക്കെ ദൈവം അവിടെ ഇടപെടുന്ന വ്യത്യസ്തമായ രീതിയിലാകട്ടോ. ഒരു വളരെ അറിയപ്പെടുന്ന ഒരു പ്രവാചകനായിരിക്കുന്ന ഒരു ദൈവദാസൻ എന്നെ വിളിച്ചു. ഞാൻ ഇത് പറയുന്നതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിന് ദൂതില്ലാഞ്ഞിട്ടോ ശുശ്രൂഷയില്ലാഞ്ഞിട്ടോ അല്ല എന്നെ വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ അനിയൻ ഓസ്ട്രേലിയക്ക് പോവുക. 2 ദിവസം കഴിഞ്ഞ് ഓസ്ട്രേലിയക്ക് പോകും. അപ്പൊ ആ യാത്ര പോണോ വേണ്ടയോ? അപ്പൊ ഇദ്ദേഹം സ്വന്തം ചേട്ടനായതുകൊണ്ട് ഒരു പ്രവാചകനും സ്വന്തം എന്താണ് പറയുക, നഗരത്തിൽ സമ്മതനല്ല എന്നൊക്കെ വാചനത്തിൽ എഴുതിയിട്ടുള്ളത് പോലെ, അല്ലെങ്കിൽ പറയാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണും. സ്വത്രം. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. സ്വത്രം. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ച് കളയുന്നത് മറ്റുള്ളൂ. ദൈവം അപ്പനോടാന്ന് പറഞ്ഞാൽ ദൈവം ദൂത് പറയും, അമ്മയോടാണെങ്കിലും പറയും, നമ്മളോട് പറയും കേട്ടോ. അങ്ങനെയൊന്നും ഓർക്കണ്ട. പക്ഷെ എന്നാലും പുള്ളി പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് അത്യാവശ്യം ഒരു ദൂത് വേണം. രാത്രി 10 മണിക്ക് മുമ്പ് പ്രാർത്ഥിച്ച് ആലോചന പറയണം. ഞാൻ ചോദിച്ചു, എന്താ വിഷയം? എന്റെ അനിയൻ ഒരു ഓസ്ട്രേലിയക്ക് പോവാണ്. അപ്പൊ ആ വിസ എല്ലാം റെഡിയായി. ആ കമ്പനി ഫേക്ക് ആണോ കാര്യങ്ങളാണോ എന്ന് അറിഞ്ഞിട്ട് വേണം മൂവ് ചെയ്യാൻ. അപ്പം അദ്ദേഹം വളരെ ശക്തനായ ഒരു ദൈവദാസനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഭയങ്കര അറിയാവുന്ന ആളെ കണ്ട് ഞാൻ കുറെ ചിരിച്ചു. പാസ്റ്റർ പറഞ്ഞാൽ പോലെ പാസ്റ്റർ എനിക്ക് പറ്റത്തില്ല, പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് രാത്രി 10 മണിക്ക് മുമ്പ് ഒരു ആലോചന പറയണം എന്ന് പറഞ്ഞു. ഞാൻ ഏതോ തിരക്കിലൊക്കെ ആയിരുന്നു. ഞാൻ പക്ഷെ 10 മണിക്ക് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒരു ആലോചനയും കിട്ടിയില്ല. എനിക്ക് ആകെ അസ്വസ്ഥതയായി കേട്ടോ. എന്തായാലും ഞാൻ കിടന്നുറങ്ങി. കിടന്നുറങ്ങി ഒരു 4 മണിക്ക് ഞാനൊരു ദർശനം ഇങ്ങനെ കാണുക കേട്ടോ. ശ്രദ്ധിക്കണം നിങ്ങൾ. ഒരു 4 മണിയായപ്പോ ഒരാള് വന്നിട്ട് എന്നോട് പറയുകയാണ്, ഓസ്ട്രേലിയക്ക് പോകണ്ടെന്ന് പറ. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഞാൻ വളരെ ഞാൻ 10 മണി വരെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കുറെ നേരം പ്രാർത്ഥിച്ചു. കാരണം പറഞ്ഞില്ലെങ്കിൽ മോശം. പ്രാർത്ഥിച്ചു. പക്ഷെ എന്നോട് ഒരു ദൈവശബ്ദവും ഇല്ല. പുള്ളി ആ ഭാഗ്യത്തിൽ വിളിച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നാളെ രാവിലെ വിളിക്കുമ്പോൾ പറയാം എന്തെങ്കിലും അല്ല, നാളെ രാവിലെ വിളിക്കുമ്പോൾ പറയാം. അല്ലെങ്കിൽ ദൈവനോട് പറഞ്ഞെങ്കിലേ ഞാൻ പറയത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇല്ലെന്നങ്ങ് പറയും. അതൊരു കുഴപ്പമില്ല. സ്വത്രം. അങ്ങനെ അന്ന് രാത്രി ഒരു 4 മണിയായപ്പോൾ പ്രിയരെ, ഞാൻ ഇങ്ങനെ ഒരു വെളിപ്പാട്, അത് ദർശനം കാണുക. ദർശനം. ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഓസ്ട്രേലിയക്ക് പോകണ്ടെന്ന് പറ. ഞാൻ വിചാരിച്ചത് എന്ത് പറഞ്ഞു, ഞാൻ പോകണ്ടെന്ന് പറയുകയാണോ, ആര് പോകണ്ടെന്ന് പറയുന്നു, അതെല്ലാം നമുക്ക് ആ സമയത്ത് ഓർമ്മയില്ല. പെട്ടെന്ന് ഞാൻ ചാടി എണീറ്റു. അപ്പോഴാണ് കഴിഞ്ഞ രാത്രി ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടിയുമായിട്ട് ദൈവം ഒരു ദർശനം എനിക്ക് തന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അതിരാവിലെ ഞാൻ വിളിച്ചു പ്രിയരെ. അതിരാവിലെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ആ യാത്ര വേണ്ടെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്നോട് പറയുക, പാസ്റ്ററെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു. 5 മിനിറ്റ് മുമ്പ് ഒരു മെയിൽ വന്നു, ആ കമ്പനി ഫേക്ക് ആണ്, കൊടുത്ത പൈസ എല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ബാക്കി പൈസ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴാണ് പാസ്റ്റർ ഞാൻ വിളിച്ച് ദൂത് പറഞ്ഞത്. ഇന്ന് രാത്രി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമുക്ക് ദർശനങ്ങളെ തരുന്ന 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, നടക്കേണ്ട കാര്യങ്ങൾ നമ്മളെ ദർശനത്തിൽ ദൈവം കാണിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ ആ കാര്യങ്ങൾ ഒരിക്കലും തടസ്സം കൂടാതെ നടക്കും. എത്ര പ്രതികൂലമുണ്ടെങ്കിലും നിനക്ക് തന്ന വെളിപ്പാടിൽ അല്ലെങ്കിൽ ദർശനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടക്കും. അവിടെ പൗലോസ് 27-ാം അധ്യായത്തിൽ കപ്പൽ യാത്രയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഭാഗം ഒന്ന് തൊട്ടിട്ട് അങ്ങോട്ട് പോവാം. നോക്കുക, കപ്പൽ യാത്രയെ കുറിച്ച് പറയുമ്പോൾ അവിടെ ആ കപ്പലിൽ പൗലോസും കൂട്ടരും അകപ്പെട്ട് കിടക്കുക. പൗലോസും 276 തടവുകാരും. എല്ലാവരുടെയും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. ആഹാരമൊന്നും കഴിക്കുന്നില്ല. ഉള്ള ആഹാരമെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞു. കപ്പലിന്റെ പലകകളിലൊക്കെ അള്ളിപ്പിടിച്ച് കിടക്കുക. പക്ഷെ അന്ന് രാത്രി പൗലോസിന്റെ അടുത്ത് വന്നിട്ട് ഒരു ദർശനം പൗലോസിനുണ്ടായി. ദൈവദൂതൻ വന്നിട്ട് പറഞ്ഞു, പൗലോസേ, കപ്പലിലുള്ള എല്ലാവരെയും ഞാൻ നിനക്ക് ദാനം തന്നിരിക്കുന്നു. കപ്പലിനല്ലാതെ ആർക്കും ഒരു കേടും വരികയില്ല, ആർക്കും പ്രാണഹാനി വരത്തില്ല. ഇതാ ദർശനം എന്ന് പറയുന്നത്. പ്രിയരെ, ആ കപ്പലിനി അവിടെ ഉടഞ്ഞു പോയാലും ദൈവം പറഞ്ഞ ദർശനം നടന്നിരിക്കും കേട്ടോ. ഇന്ന് രാത്രി എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും നിന്നെ കുറിച്ച് പറഞ്ഞ ദൈവാലോചന ദൈവം നിറവേറ്റും. ഒരു പ്രതലവും നിനക്കില്ലെങ്കിലും, നിനക്ക് നിൽക്കാൻ ഒരു പലക പോലും ഇല്ലെങ്കിലും, സ്വത്രം, ഇന്ന് രാത്രി നിനക്ക് സ്വത്രം നിൽക്കാൻ ഒരു സഹായിപ്പാൻ ആരുമില്ലെങ്കിലും, ഇന്ന് രാത്രി നിന്നെ ആരും കൈപിടിച്ചുയർത്താനില്ലെങ്കിലും, നിനക്കൊരു കോണ്ടാക്ട് ഇല്ലെങ്കിലും, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദർശനം തന്നവൻ ദർശനം നിറവേറ്റാൻ ശക്തനാണ്.
രക്തത്താൽ ജയം. ചുടരവ ശന്തന റബൽ കമന ഹല്ലേലൂയ. പ്രിയ വിൽസൺ ബ്രദർ നമ്മുടെ കൂടെ ഉണ്ട് അല്ലെ? വിൽസൺ ബ്രദർ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ പറയട്ടെ പ്രിയരെ, ദൈവം നമ്മളെ ചില സ്ഥലങ്ങളിലൊക്കെ അയച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. ഞാൻ ഈ പ്രാവശ്യം ഞാൻ മസ്കറ്റിൽ പോയി, അതിനുശേഷം ഞങ്ങള് എവിടെ പോയി, ദുബൈയിലൊക്കെ പോയ സമയത്ത്, ആമേൻ, സത്യം പറഞ്ഞാല് ദൈവം കൃത്യമായിട്ട് ഡേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാനന്ന് യാത്ര ചെയ്യുന്നത്. ആമേൻ. വിൽസൺ ബ്രദറിന് അറിയാം, അദ്ദേഹം ഞാൻ ദുബായിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പല മീറ്റിങ്ങിൽ പോകാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. ആമേൻ. അന്ന് ഞാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് ഒരു നമ്പറും ഇല്ല. ആമേൻ. സാധാരണ ഇവിടെ നമുക്ക് ദൈവദാസന്മാരൊക്കെ പോകുമ്പോൾ ഒത്തിരി നമ്പർ, അല്ലെങ്കിൽ അവരെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുപോകും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എൻ്റെ അടുത്ത് ആകെ നമ്പറുകളൊന്നുമില്ല. പക്ഷെ കൃത്യമായ ഡേറ്റ് എന്നോട് കർത്താവ് പറഞ്ഞു, ഒരു ദർശനം എനിക്ക് തന്നു. ആ ദർശന പ്രകാരമാണ് ഞാനും റീനയും കൂടെ പോയത്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാ പോയത്. ആമേൻ. അതിനു മുമ്പ് ഒരു സൂം മീറ്റിംഗിൽ ഇങ്ങനെ ശുശ്രൂഷിക്കാൻ വന്ന ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ യു എയിൽ വരും, പക്ഷെ വരുന്നത് വേറൊരു രാജ്യത്തു നിന്നായിരിക്കും എന്ന് പറഞ്ഞു. ആമേൻ. അപ്പൊ ഞാൻ ദുബൈയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെ മസ്കറ്റിൽ പോയി അവിടുന്നാണ് യു എയിലേക്ക് പോയത്. അതൊരു വേറെ സംഭവമാണ്, അത് ഞാൻ ഈ പറയാത്ത സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കൃത്യമായിട്ട് ദൈവിക ദർശനം അന്ന് നമ്മളെ കാണിച്ച ദൈവം കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ റീനോട് ഞാൻ പറഞ്ഞു, നമ്മുടെ നമ്പറുകളൊന്നുമില്ല, ഒരു ദൈവദാസന്മാരെ പോലും വിളിക്കാൻ നമ്പറില്ല, ഒന്നുമില്ല. ആമേൻ. ആ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ നമ്പറും പോയി. ആമേൻ, സ്തോത്രം. ഞങ്ങൾ ഒന്നാമത്തെ ദിവസം അവിടെ ചെന്നു. ആമേൻ. എനിക്ക് തോന്നുന്നൊരു വെള്ളിയാഴ്ച അവിടെ ചെല്ലുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്ന് നമുക്കുണ്ടാവില്ല ഒരു ചിന്ത, എന്നെ ദൈവമേ, നീ ഞായറാഴ്ച മീറ്റിംഗ് ഉണ്ട്, എവിടെ പോണം, എവിടെ പ്രസംഗിക്കണം, ഒന്നും അറിയത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു, ദർശനം തന്ന ദൈവം വിശ്വസ്തനാണ്. ആമേൻ. അപ്പൊ അന്ന് ഞാൻ പ്രസംഗിച്ചോണ്ടിരുന്നൊരു വിഷയമായിരുന്നു, ഗോഡ് ഈസ് അവർ സോഴ്സ് എന്ന് പറയുന്നൊരു വിഷയം ഞാൻ ആ ദിവസങ്ങളിൽ ശക്തമായി പ്രസംഗിച്ചൊരു വിഷയമാണ്. അപ്പൊ റീന എന്നോട് പറഞ്ഞു, നമ്മൾ പ്രസംഗിച്ചത് ഗോഡ് ഈസ് അവർ സോഴ്സ് എന്നാണ്, പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നു? അന്ന് ശനിയാഴ്ച വൈകിട്ട് ഒരു ദൈവദാസൻ എവിടുന്നോ ഞങ്ങളുടെ പേരും കേട്ടറിഞ്ഞ് ഞങ്ങളെ മീറ്റിംഗിൽ വിളിക്കുക. ആമേൻ. പിന്നെ ഞാൻ പറയട്ടെ, ഞങ്ങൾ 2 മാസം അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് എത്രയോ മീറ്റിങ്ങുകൾ സ്കിപ്പ് ചെയ്യേണ്ടി വന്നറിയാം, എത്രയോ മീറ്റിംഗ് ഡേറ്റ് കൊടുക്കാനില്ലാതെ. ആമേൻ, സ്തോത്രം. എല്ലാ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകൾ നൽകി കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം വേറൊന്നുമല്ല. എന്തിനാ ഞാനിത് വാക്ക് പറഞ്ഞറിയാം? ഒരു ദർശനം കണ്ട് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ ആ ദർശനം ഫുൾഫിൽ ചെയ്യുന്ന ഒരു വലിയ കർത്താവ് ആരുടെ കൂടെ ഉണ്ട്? നമ്മുടെ കൂടെ ഉണ്ട്. നമുക്കൊരു ദർശനം തരുന്നതിന്റെ ഉത്തരവാദിത്വം നമ്മളെ കഴിഞ്ഞ ഉത്തരവാദിത്വം ആർക്കുണ്ട്? ദൈവത്തിനുണ്ട് കേട്ടോ. ഇന്ന് രാത്രി എന്നോട് നിങ്ങളോട് ഒരു ദർശനം കൈമാറുമ്പോൾ, ദർശനം കാണിച്ചിട്ട് നിങ്ങൾ തോന്നുന്ന പോലെ നടന്നു, അല്ലെങ്കിൽ നിങ്ങൾ തോന്നുന്ന പോലെ അധ്വാനിച്ച് ഉണ്ടാക്കിക്കോ എന്ന് പറയുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ വിളിക്കുന്നത് കേട്ടോ. ആ ദർശനത്തിന് വേണ്ടി എന്നോട് നിങ്ങളോട് കൂടെ വരുന്ന, കൂടെ നിൽക്കുന്ന, കൈപിടിച്ചു നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിന്റെ കരം ഇതിന്റെ അകത്തിന്ന് രാത്രികാലം വ്യാപരിക്കുമ്പോൾ നീ ക്ഷീണിച്ചു പോകണ്ട, തളർന്നു പോകണ്ട. നിന്റെ ദർശനങ്ങൾ നിറവേറാൻ സമയമായി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചില തടസ്സങ്ങളെ മാറ്റി ചില ദൈവിക ദർശനങ്ങളുടെ പദ്ധതിയിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകട്ടോ. വേറെ ഇന്ന് രാത്രികാലം ദൈവാത്മാരോട് ഇങ്ങനെ പറയും, കർത്താവ് ചില വഴികൾ തുറക്കാൻ പോകട്ടോ, ചില വാതിലുകൾ തുറക്കാൻ പോവുകയാ. ഇന്ന് രാത്രികാലം അടച്ചു വെച്ച ചില വാതിലുകൾ, ആമേ, ഫലസ്തീന് മണ്ണിട്ട് മൂടി ചില കിണറുകളൊക്കെ തുറന്നു വന്നതുപോലെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ആമേ, ചില വഴികൾ തുറന്നു വരാൻ പോവുകയാ. ഊറാബ ശംദന റബൽക്കമന, ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ പോവുകയാ. കർത്താവിന്റെ കരം ശക്തമായി ചലിച്ച് ഇനിയുള്ള ചില യാത്രകൾ ദൈവാത്മാവിനോട് അങ്ങനെ പറയുന്നു. ഇനിയുള്ള യാത്രകൾ, ആമേൻ, സ്വത്രം, ആമേൻ, മുമ്പിലെ ചില ദുർഘടങ്ങളെ ഞാൻ നിരപ്പാക്കുവാൻ പോവുകയാ. അർദ്ധന റിബൽക്കമന ദുർഘടങ്ങളെ നിരപ്പാക്കി, അല്ലേലിയ താമ്ര കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പുലുകളെ മുറിച്ചു കളഞ്ഞുകൊണ്ട് ഒരു ദൈവപ്രവൃത്തി ഞാൻ വെളിപ്പെടുത്തുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ശക്തമായി ബലപ്പെട്ടു, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. ആമേൻ. അപ്പോ നമ്മളൊരു കാര്യം രാത്രി തിരിച്ചറിയണം, ദർശനം ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഇവിടെ പൗലോസ് ഒന്ന് ഭയപ്പെട്ടു പോയി. ക്രിസ്പോസ് ഒക്കെ ഇങ്ങോട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോ വലിയ പ്രശ്നം, ചിലർ അടർന്നു പോയപ്പോ, ആമേൻ, അടിമുടി പ്രശ്ന സങ്കീർണമായ വിഷയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു ചെറിയ ഭയം പൗലോസിനുണ്ടായി. പൗലോസിന് ഭയം ഉണ്ടായപ്പോ കർത്താവ് മിണ്ടാതിരുന്നില്ല കേട്ടോ. കർത്താവ് ഇടപെടാൻ തീരുമാനിച്ചു. ഇന്ന് രാത്രി നീ ക്ഷീണിക്കുമ്പോൾ ഇടപെടുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ.
ഇന്ന് രാത്രി വിളിച്ചിറക്കിയിട്ട് നിന്റെ സങ്കടങ്ങളിലും നിന്റെ കണ്ണുനീരിലും നിന്റെ വേദനയിലും ആമേൻ നിന്നെ ഇട്ടേച്ചു പോകുന്ന ഒരു ദൈവത്തെ അല്ല നീ ഇന്ന് രാത്രി വിളിച്ചപേക്ഷിക്കുന്നത്. സ്വർഗീയ ദർശനവുമായി നിന്റെ ആമേൻ മുറിക്കകത്തേക്ക് ഇറങ്ങി വന്ന് ഇന്ന് രാത്രി നിന്നെ നടത്താൻ കഴിവുള്ള ഒരു വലിയ കർത്താവിന്റെ കരം ഇതിന്റെ അകത്ത് ഇന്ന് രാത്രി ചലിക്കുന്നുണ്ട്. യെസ്, 18:9 നമ്മൾ വായിച്ചത്. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക. പൗലോസിനോട് ദൈവം പറയാ പ്രസംഗിക്കുക. ആമേ, ക്രിസ്പോസും കുടുംബവും സ്നാനപ്പെട്ടതിന്റെ പേരുള്ള വിഷയങ്ങളോ കൊരിന്തിലെ പ്രശ്നങ്ങളോ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. ആമേൻ, എന്ത് ചെയ്യണം? നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്. അവിടെ പറയാം മിണ്ടാതിരിക്കരുത്. മിണ്ടാതിരിക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പ്രസംഗിക്കാൻ തന്നെ അതിന്റെ അർത്ഥം. ഒന്നോളം പറയാം മിണ്ടാതിരിക്കരുത്. ആമേൻ, ഇന്ന് രാത്രി ആമേൻ മിണ്ടാതിരിക്കേണ്ട സമയം ഉണ്ടാകാം. ആ സമയത്ത് നമ്മൾ മിണ്ടാതിരുന്നാൽ മതി. മിണ്ടേണ്ട സമയത്ത് നമ്മൾ മിണ്ടണം എന്നാണ് ദൈവം പറയുന്നത് കേട്ടോ. നമ്മളെപ്പോഴും പറഞ്ഞൊരു വാക്യമായ ആമേൻ സങ്കീർത്തനം 46:10 എന്താണ്? മിണ്ടാതിരുന്നത് ദൈവം അറിഞ്ഞുകൊള്ളു. ആമേൻ. എന്നാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ മിണ്ടാം. ഇവിടെ പൗലോസിനോട് പറയാണ് മിണ്ടാതിരിക്കരുത്. ഇന്ന് രാത്രി വചനം നീ പ്രസംഗിക്കാൻ തുടങ്ങുന്നുണ്ടല്ലോ, ദേശത്തിന്റെ അന്ധകാര ശക്തികളെ ആമിനെ തകർത്തുകൊണ്ട് ചില ജയം തരാൻ പോവുക. ഈ രണ്ടാമത്തെ മിഷണറി യാത്ര കോരിന്ത് കൊണ്ട് അവസാനിക്കുന്നല്ല. നീ അടുത്ത സ്റ്റെപ്പ് നീ കാലെടുത്ത് വെക്കേണ്ടത് അവൻ ഡയാനയുടെ അവൻ ക്ഷേത്രമുള്ള അർത്തിമസ് ദേവിയുടെ ക്ഷേത്രമുള്ള അവൻ ഡെമത്രിയോസ് എന്ന് പറയുന്ന അവൻ വിഗ്രഹമുണ്ടാക്കുന്ന മനുഷ്യനുള്ള അവൻ 50,000-ലധികം വെള്ളിക്കാശിന് അവൻ മന്ത്രവാദ പുസ്തകങ്ങൾ അവൻ ചുട്ടരിക്കുവാൻ വേണ്ടി നിന്നെ ഞാൻ അയക്കുന്നത് എഫെസോസ് എന്ന് പറയുന്ന പട്ടണത്തിലേക്കാണ് നീ അടുത്തത് കാലെടുത്ത് വെക്കേണ്ടത്. അതുകൊണ്ട് കൊരിന്തിൽ നീ ക്ഷീണിച്ചു പോയാൽ എങ്ങനെ നീ എഫെസോസിലോട്ട് പോകും? അല്ലേ? ആമേൻ. ഇന്ന് രാത്രി കൊരിന്തിൽ ക്ഷീണിക്കരുത്. എഫെസോസിൽ വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ പോവുക. രമേശ് പാസ്റ്ററെ പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു, ആമേ കൊരിന്തിൽ ക്ഷീണിക്കേണ്ട കേട്ടോ. ഇന്ന് രാത്രി ചില എതിർപ്പുകളുടെ നടുവിൽ ക്ഷീണിച്ചു പോകരുതെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആലോചന കൈമാറുകയാ. ശ്രേഷ്ഠകരമായ ചില ശുശ്രൂഷയ്ക്ക് വേണ്ടി പൗലോസ് എഫെസോസിലേക്ക് കാലെടുത്തു വെച്ചതുപോലെ അനുഗ്രഹിക്കപ്പെടുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി ഈ ദിവസങ്ങളായി പുറപ്പെടുവിക്കാൻ എനിക്ക് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആലോചന കൈമാറുകയാണ്. ധീരാമ ശന്തന റബൽക്കമന. ആമേൻ. ഇവിടുത്തെയുള്ള ഈ ചെറിയ പ്രതിസന്ധിയുടെ മുമ്പിൽ നീ ക്ഷീണിച്ചു പോകരുത് കേട്ടോ. ആമേൻ ആമേൻ ആമേൻ. ആ കാലഘട്ടത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ മഹാത്ഭുതങ്ങളിൽ ഒന്നായിരിക്കുന്ന ആമേൻ ഡയാന ദേവിയുടെ ക്ഷേത്രം, ആമേൻ, ഏകദേശം 20 അടി നീളവും ആമേൻ 40 അടി ഉയരവുമുള്ള ആ ഡയാന ദേവിയുടെ അല്ലെങ്കിൽ ആമേൻ അർത്തിമിസ് ദേവിയുടെ രൂപം, അതൊക്കെയുള്ള എഫെസോസ് പട്ടണത്തിലേക്ക് നീ കാലെടുത്ത് വെക്കാൻ പോവാ. ആമേൻ. അടുത്ത സ്റ്റെപ്പ് അങ്ങോട്ട് എഫെസോസിലേക്കാ. അതുകൊണ്ട് കൊരിന്തിൽ നീ ക്ഷീണിച്ചു പോകരുത്. ആമേൻ. നീ കാലാളുകളോടുകൂടെ ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ ഓടും? ആമേൻ. ഹല്ലേലൂയ. സമാധാന ദേശത്ത് നിർഭയമായിരുന്നാൽ യോർദാന്റെ വൻകാട്ടിൽ എന്ത് ചെയ്യും? അല്ലേ? ആ വചനം ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ഇടപെടുക കേട്ടോ. ശക്തമായി കർത്താവ് പറയുന്നു, ചില അത്ഭുതകരമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് ദിവസങ്ങളിൽ അഭിഷേകം ചെയ്യുകയാണ്. രാത്രി കർത്താവ് ദർശനത്തിൽ പൗലോസ് നീ ഭയപ്പെടാതെ പ്രസംഗിക്ക. എന്നിട്ട് ഉടനെ പറഞ്ഞു മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. ആമേൻ. അപ്പോസ്തലൻ ആമേൻ. നമുക്കറിയാം കർത്താവ് വെറുതെ പറയല്ല, കൂടെ കർത്താവ് ഉണ്ട്. ഇന്ന് രാത്രി ആരും ഭാരപ്പെടേണ്ട. നിന്നെ ദൈവം അയക്കുമ്പോ കൂടെ ഉണ്ട് കർത്താവ്. ആമേൻ. എന്താ കർത്താവ് പറഞ്ഞു? മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ 20-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലന്മാരോട് പറഞ്ഞ അതേ കാര്യം ഇവിടെ പൗലോസിനോട് പറയുകയാ. ആമേൻ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി ആമേൻ നമ്മളെ അയച്ചിട്ട് മാറി നിൽക്കുന്ന ഒരു ദൈവത്തെയല്ല നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. ഇന്ന് രാത്രി നമ്മളെ ആമേൻ അയച്ചിട്ട് ആമേൻ നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു വലിയ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ അകത്തുണ്ട്. അവൻ പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അടുത്ത പദം പറയുന്നു, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ആമേൻ. പൗലോസിനോട് ദർശനത്തിൽ പറയുക കേട്ടോ. ആമേൻ. ഒരു വലിയ സുരക്ഷിതത്വം ദൈവം ഉറപ്പ് കൊടുക്കുക. ഇന്ന് രാത്രി ചില വിഷയങ്ങളുടെ നടുവിൽ നമ്മളൊരു അസുരക്ഷിതത്വത്തിലേക്ക് കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് വലിയൊരു സുരക്ഷിതത്വം നിനക്ക് എന്ത് ചെയ്യുകയാണ്? ആമേൻ ആമേൻ ആമേൻ. ഒരു വലിയ സുരക്ഷിതത്വം ദൈവം നൽകുക. എന്താണെന്നറിയാമോ? ആമേൻ. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല കേട്ടോ. ഇന്ന് രാത്രി ഒരു ശത്രുവിന്റെ കയ്യും നിനക്കെതിരെ പൊന്തത്തില്ലെന്ന്. രക്തത്താൽ ജയം. റീബാന ഷാഥാല റാമാന ഹസ്യ. നമുക്ക് ഇവിടെ ശക്തമായിട്ട് ദർശനത്തിൽ പൗലോസിനോട് പറയാ, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത്
ദോഷപ്പെടുത്തുകയില്ല. പൗലോസിനൊരു ഭയം. ക്രിസ്തുവൊക്കെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പള്ളിപ്രമാണി. ആമേൻ. ഇനി എന്ത് സംഭവിക്കുന്ന പറയാൻ അറിയത്തില്ല, എന്ത് പറ്റുമെന്നറിയില്ല. പക്ഷെ ഇന്ന് രാത്രി ഉറപ്പ് പരിശുദ്ധാത്മാവ് തരിക കേട്ടോ. ആമേൻ. ആരും നിന്നെ കൈവെക്കാൻ ദൈവം അനുവദിക്കത്തില്ല, ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. കാരണം എന്നറിയാമോ? നീ എന്റെ ജനമാ. ആമേൻ. ദൈവം അനുവദിക്കാതെ ഒരു മനുഷ്യൻ നിന്റെ ശരീരത്തിൽ സ്പർശിക്കാൻ ഇന്ന് രാത്രി ദൈവം ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. ഞങ്ങൾ ഒരിക്കലും കോഴിക്കോട് ഒരു മീറ്റിംഗ് നടത്തുന്ന സമയത്ത് പ്രിയരെ, ആമേൻ, കുറെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ രക്ഷിക്കപ്പെട്ടു, കുറെ പേർ രക്ഷിക്കപ്പെട്ടു വന്നു. ഞാനൊക്കെ എന്റെ എന്താ പറയാ, കല്യാണമൊന്നും കഴിക്കാതെ ആ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ച സമയത്താകട്ടോ, ഭയങ്കര തീഷ്ണത നിൽക്കുന്ന സമയമാണ്. അങ്ങനെ 10-40ഓളം പേര് കൂടുതൽ ലേഡീസാണ് രക്ഷിക്കപ്പെട്ടു വന്നത്. അവരിങ്ങനെ രക്ഷിക്കപ്പെട്ടു വന്നു. ആ സമയത്ത് ഞങ്ങള് ബൈബിൾ ഒരു സ്ഥാപനത്തിലാണ്. അന്ന് കുറെ മീറ്റിങ്ങുകൾക്കെല്ലാം ഞാൻ തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത്. ആമേൻ. ആ സമയത്ത് ഉണ്ടായ ഒരു കാര്യം കൂടെ പറയാം. അന്ന് 31st നൈറ്റ്, ഡിസംബർ 31st നൈറ്റ് ഒരു മീറ്റിംഗ് നടക്കുക. അപ്പം ഈ ആന്റിമാരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു, എനിക്ക് അന്ന് 20-21 വയസ്സൊക്കെ ഉള്ളൂ. ഈ ആന്റിമാരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരും വരണ്ട, രാത്രി നിങ്ങൾ എന്ത് ചെയ്യണ്ട, വരണ്ട. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ BJPയുടെ കോഴിക്കോട് മെയിൻ ആളുകളുടെ ഭാര്യമാരൊക്കെയാണ്. ഇവരോടൊക്കെ ദൈവം ഇടപെട്ടു, ഭയങ്കര ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഇവരൊക്കെ രാവിലെ പോയി കഴിഞ്ഞിട്ട് ഇവർ ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. ഈ പകലക്കുള്ള മീറ്റിങ്ങിനല്ല ഇവർ വരുന്നത്. അവിടെ ചെറിയ സ്ഥാപനങ്ങൾ നടത്തുന്ന ഈ ബോട്ടിക്ക് നടത്തുന്നവര്, ബ്യൂട്ടി പാർലർ നടത്തുന്നവര്, അവിടെയൊക്കെ പോയി ഞങ്ങൾ പറഞ്ഞിട്ട് അവരെ കൊണ്ടുവരുന്നത്. അങ്ങനെ 10-35 പേര് വരുന്നുണ്ട്. കൂടുതൽ സ്ത്രീകൾ തന്നെ, കൂടുതലല്ല മിക്കവാറും സ്ത്രീകൾ തന്നെ. അപ്പൊ ഈ 31st നൈറ്റ് മീറ്റിങ്ങിന് ആയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് വരണ്ട, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, പകലത്തെ മീറ്റിങ്ങിന് വന്നാൽ മതി. ഇവര് സമ്മതിക്കുന്നില്ല. ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് മീറ്റിംഗിൽ വന്നേ പറ്റൂ, ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പായി, അടി ഉറപ്പാണ്, ഇവര് വന്ന അടി ഉറപ്പാണ്. എങ്കിലും ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ വരണ്ട, കാരണം രാത്രി ഈ സ്ത്രീകൾ തന്നെ വരുന്നു, പിന്നെ അവരെ കൊണ്ടുപോകണം, ഒത്തിരി പ്രശ്നങ്ങൾ അതിന്റെ പുറയിലുണ്ട്. പക്ഷേ 31st ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ ഈ പകലത്തെ മീറ്റിംഗിലൊക്കെ അങ്ങോട്ട് എൻകറേജ് ചെയ്യും. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രാർത്ഥനയോടെ കയറി കഴിഞ്ഞാൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും, അടയാളങ്ങളൊക്കെ ചെയ്യും. ഈ ദൂതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഇവര് പറഞ്ഞു തല പോയാലും വേണ്ടില്ല, ഞങ്ങൾ വരുമെന്ന് പറഞ്ഞു. പ്രിയരെ, ഒരു 10-12-15ഓളം പേര് അന്ന് രാത്രി ആ മീറ്റിങ്ങിന് വന്നു. ഞങ്ങളൊരു 9 മണിയായപ്പോ രാത്രി ഈ 31st നൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബർ 31st നൈറ്റ് മീറ്റ് എന്നാണ് ഈ പറയുന്നത്. അങ്ങനെ രാത്രി ഒരു 9:30 ആയപ്പോ ഞങ്ങൾ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിച്ചു. ഭയങ്കര ആരാധനയും പ്രാർത്ഥനയും. ഒരു വീടാണ്, ഒരു വലിയ വീടാണ്, അതിന് വലിയ ഹാളൊക്കെ ഉണ്ട്. ആമേൻ. ഇങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ഒരു 11:30 ആയപ്പോ ഞങ്ങൾ ജനലൊക്കെ അടച്ചിട്ടിട്ടാണ്, ഞാൻ ഇങ്ങനെ ജനലിങ്ങനെ തുറന്നു നോക്കുമ്പോ ഒരു 10-12 പേര് വടിവാളും, ശരിക്കും വടിവാളൊക്കെ എന്നാ കാണുന്നത് കേട്ടോ, ശരിക്കും വടിവാളൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങളുടെ ആ പ്രാർത്ഥന മുറിയുടെ ചുറ്റും നിൽക്കുക. ആമേൻ. ചങ്ക് കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. ഇന്നാണ് അത്ര പേടിയില്ല, അന്നൊക്കെ നമ്മളിങ്ങനെ ഇറങ്ങിയ സമയമാണല്ലോ. പേടി ഇന്ന് മനസ്സിലായി, മിക്കവാറും തീരും പരിപാടി. ആമേൻ. കാരണം അവര് വീട്ടിൽ വന്നപ്പോ ഭാര്യമാരൊന്നും ഇല്ല സത്യത്തില്. പിന്നെയൊക്കെ വെള്ളം അടിച്ച് ആകെ 31st നമുക്ക് അറിയാലോ. ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഈ വടിവാളുമായിട്ട് നിൽക്കുക. പെട്ടെന്ന് ഞാൻ അടുത്തിരുന്നവരോട് പറഞ്ഞു, ആമേൻ, ഇങ്ങനെയുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞപ്പം ഞാൻ സത്യമായിട്ട് പറയാ, കർത്താവ് നിങ്ങളുടെ നടുവിൽ വന്നു എന്ന് പറഞ്ഞാൽ പോലും ആരാധിക്കാത്തവരൊക്കെ ഉണ്ടല്ലോ, വെടിക്കൊട്ട് പോലെ ആരാധിക്കുന്നേ. ഞാൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഇങ്ങനെ വടിവാളുമായിട്ട് ആൾക്കാർ നിൽക്കാന്ന് പറഞ്ഞപ്പോ ഉണ്ടല്ലോ, എല്ലാവരും ഭയങ്കര അന്യഭാഷയിലുള്ള ഒരു ആരാധന അങ്ങോട്ട് വെളിപ്പെട്ടു. ആമേൻ. പലപ്പോഴും ഉണ്ടല്ലോ ഈ പിശാചിളകുമ്പോഴും, ആമേൻ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ആരാധിക്കും. തേജോമയനായ കർത്താവ് നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്നെന്ന് പറഞ്ഞാൽ സൈലന്റ് ആയിരിക്കും. ആമേൻ. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ആരെയാ പേടി? ജീവനുള്ള ദൈവത്തെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ, വേറെ ആരും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. എല്ലാവരും ഭയങ്കര ആരാധന, ഭയങ്കര പ്രാർത്ഥന. ഒരു 10-50 പേരുണ്ട് ഞങ്ങള്. എല്ലാവരും അന്യഭാഷയിൽ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ വിടുവിക്കണം, ആമേൻ എന്നൊക്കെ പറഞ്ഞ് ശക്തമായിട്ട് ഒരു 1/2 മണിക്കൂർ അങ്ങോട്ട് ആരാധിച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. പ്രിയരെ, അത് കഴിഞ്ഞ് പതുക്കെ ജനല തുറന്നു നോക്കുമ്പോൾ ഒരെണ്ണത്തെ പോലും കാണാനില്ല. ആമേൻ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 12:30-1 മണിയായപ്പോ പ്രാർത്ഥന നിർത്തി. ഞങ്ങളുടെ വിചാരം മിക്കവാറും ഇവിടെയൊക്കെ കാണും എന്നുള്ള ചിന്തയിലായിരുന്നു. ഒരാളെ പോലും കാണാനില്ല. പക്ഷെ അന്ന് രാത്രി ഇവരെയൊക്കെ വീട്ടിൽ കൊണ്ടുവിട്ടു. അന്ന് പിറ്റേ ദിവസം അതിലൊരു ആന്റി അതിരാവിലെ വിളിച്ചു. അവിടെ എന്റെ വിഷയം കിടക്കുന്നത് കേട്ടോ. അതിരാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി എന്റെ ഭർത്താവ് വടിവാളുമായിട്ട് നമ്മളവിടെ, ഈ ആന്റിമാരൊന്നും പറഞ്ഞില്ല, ആമേൻ, അവിടെ വന്ന് ഇപ്പൊ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അവിടെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മുറിയുടെ ചുറ്റും അല്ലെങ്കിൽ അത് വീടിന് ചുറ്റും ഒരു തീ അങ്ങോട്ട് വന്നു എന്നാ പറഞ്ഞത്. ഭയങ്കര തീ മതില് ഉണ്ടായ സംഭവം അറിയാൻ ഞാൻ പറയുന്നത്. അവര് വാളൊക്കെ ഇട്ടിട്ട് അവര് വാളും കൊണ്ട് അവർ ഓടി കേട്ടോ.
ആരാധനയിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? ഞങ്ങൾ ആ റൂമിന് ചുറ്റും അങ്ങനെ തീ മതിൽ. ദൈവം പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് ചുറ്റും ആരായിരിക്കും? തീ മതിലായിരിക്കും. അവര് പേടിച്ചു പോയി. സംഭവിച്ച കാര്യം ഇന്ന് രാത്രി സംഭവിക്കും. അത് തീ മതിലങ്ങോട്ട് വെളിപ്പെട്ടു. തീ മതിൽ വെളിപ്പെട്ടു. ഇവരെല്ലാവരും പേടിച്ചെന്നറിയാമോ? അവര് ഓടിപ്പോയി. അങ്ങനെ അവർ ഓടിപ്പോയത്. അവർ ചെന്നിട്ട് പിറ്റേ ദിവസം ഭാര്യമാരോട് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന ശക്തമായ പ്രാർത്ഥനയാ. ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്തൊന്നുമില്ലായിരുന്നു. നിങ്ങൾ എന്തൊക്കെയോ കലബല ബലബല എന്നൊക്കെ പറഞ്ഞ് ആരാധിക്കുന്ന സമയത്ത്, അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര ഫയറിന്റെ വാൾ ഓഫ് ഫയർ, ഒരു തീ മതിൽ അതിന്റെ അകത്തങ്ങ് രൂപപ്പെട്ടു. ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഓടിപ്പോയത്. അല്ലെങ്കിൽ അതിനകത്തൊരു 10-15 എണ്ണത്തിന് ഞങ്ങൾ വെട്ടി ഞുറുക്കാനുള്ള പ്ലാനുമായിട്ടാണ് വന്നത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അന്ന് രാത്രി ഞങ്ങൾ ആരോട് യുദ്ധം ചെയ്തില്ല കേട്ടോ. ഇന്ന് രാത്രി നോക്കുക, ആത്മാവ് പറയുന്ന, ഇന്ന് രാത്രി ദൈവം അവിടെ പൗലോസോട് പറയുക, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഇന്ന് രാത്രി ദൂത് ഞാൻ നിങ്ങളോട് കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം അനുവദിക്കാതെ നിന്റെ ശരീരത്തിൽ ഒരു മനുഷ്യന് തൊടാൻ പറ്റത്തില്ല. കർത്താവ് അനുവദിച്ച് ചിലപ്പോൾ തൊടും. ആ തൊട്ടാൽ അതിന്റെ പുറകെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. തല്ല് കിട്ടാത്തത് കിട്ടിയാൽ കർത്താവിന് സംരക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല തല്ല് കിട്ടുന്നത് കേട്ടോ. തല്ല് കിട്ടിയാൽ അതിന്റെ പുറകിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. തല്ലിയവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചിലപ്പം അവരെ കൊണ്ട് ദൈവം തല്ലിക്കും. ആരെല്ലാം ഇന്ന് രാത്രി തല്ലിയിട്ടുണ്ടോ അവരെല്ലാം ഈ പള്ളിക്കകത്ത് വന്ന് സ്നാനപ്പെട്ടിട്ടുണ്ട്. ആരെല്ലാം ബൈബിള് കത്തിച്ചിട്ടുണ്ടോ അവരെല്ലാം ഇന്ന് ബൈബിള് ചുമന്നുകൊണ്ട് നടക്കുക. ഇന്ന് രാത്രി അതിനുവേണ്ടി ചിലരെ തല്ലാൻ എന്റെ ദൈവം അനുവദിച്ചെന്ന് വരാം. പക്ഷെ ദൈവം തൊട്ട് പോകരുതെന്ന് പറഞ്ഞ ഇന്ന് രാത്രി ആമേൻ, ദൈവം ആ കോഴിക്കോട് ഞങ്ങളുടെ ആ പ്രാർത്ഥന ഹാളിന് ചുറ്റും തീമതിലായിട്ട് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. പേടിച്ച് വിറച്ച് ആമേൻ, ധീരന്മാരെന്ന് അവകാശപ്പെടുന്ന അവരൊക്കെ ഓടി മറഞ്ഞു. പിറ്റേ ദിവസം അവരുടെ ഭാര്യമാരോട് പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ പൊക്കോ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. അവരെയൊക്കെ എന്നും പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു കേട്ടോ പ്രിയരെ. എന്താ കാര്യം അറിയാവോ? തീ അക്ഷരാർത്ഥത്തിൽ കണ്ടെന്ന് അവർ പറയുന്നത്. ഞങ്ങൾ കണ്ടില്ല. ആമേൻ. പക്ഷെ അവര് പറഞ്ഞു, അവരുടെ ഭാര്യമാരോട് പറഞ്ഞു, അക്ഷരാർത്ഥത്തിൽ തീ അങ്ങോട്ട് ഇറങ്ങിയിട്ട് തീ നിങ്ങളുടെ മതില് ചുറ്റും, നിങ്ങളുടെ വീട് കത്തുന്നില്ല. ഞങ്ങളോർത്ത് നിങ്ങളെല്ലാം കത്തിച്ചാമ്പലാകുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾ ആ ഇരിക്കുന്ന വീടിന് ഒരു കേടും വരാതെ, മോശ പണ്ട് ഇങ്ങനെ മുൾപ്പടർപ്പ് കത്തി എന്ന് പറഞ്ഞ പോലെ മുൾപ്പടർപ്പ് ഇങ്ങനെ കത്തി, പക്ഷെ ഒരു മുള്ളു പോലും കത്തിപ്പോയില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ തീ കത്തിച്ച് ദൈവം അവരെ ഓടിച്ചു കളഞ്ഞു. ഇന്ന് രാത്രി ഇവിടെ പൗലോസിനോട് ദൈവം ദർശനത്തിൽ പറയുക, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ഒരു ദോഷവും വരുത്തുകയില്ല. ഇന്ന് രാത്രി ആത്മാവ് ഞാൻ പറയാം, ദൈവം നിന്നെ തൊടാൻ അനുവദിക്കത്തില്ല കേട്ടോ. ഓരോരുത്തരും നിന്നെ ആക്രമിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് ആമേൻ നിന്നെ സൂക്ഷിക്കാനും സംരക്ഷിക്കാനും ഇന്ന് രാത്രിക്കാലം വിശ്വസ്തന ഈ കൊരിന്തിൽ നിന്റെ ശരീരത്തിൽ ഒരുത്തരം തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. അതുകൊണ്ട് പൗലോസിനോട് ദൈവം പറയാ, ഭയപ്പെടണ്ട, മിണ്ടാതിരിക്കരുത്, പ്രസംഗിക്ക. യെസ്, ആമേൻ. എന്നിട്ട് അവിടെ പറഞ്ഞ 5-ാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. നോക്കിക്കാ, ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. ആരാ പറയാ? ദൈവം രാത്രി ദർശനത്തിൽ പൗലോസിനോട് പറയുക, ഈ പട്ടണത്തിൽ നിനക്കല്ല, എനിക്ക്. കേട്ടോ, ചിന്തിച്ചോണ വാക്ക്. നീ രക്ഷിക്കപ്പെട്ട് പള്ളിക്കകത്ത് വരാൻ പോകുന്ന ക്രിസ്തുമസ് അടക്കമുള്ള ആളുകളെല്ലാം നിന്റെ അല്ല, എന്റെയാ. ഇന്ന് രാത്രി ദൈവസഭയ്ക്കകത്തിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ജനമായിരിക്കുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കണം, നമ്മൾ ആമേൻ, നമ്മൾ ആരുടെയാ? ദൈവത്തിന്റെ വകയാ. ദൈവയുടെ ഉറപ്പ് പറയാ, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. ആമേൻ, എനിക്ക് വളരെ ജനമുണ്ട്. ഇതിനു മുമ്പേ പൗലോസിന് മനസ്സിലാക്കിയ കാര്യമല്ലേ? അന്നാ കുതിരപ്പുറത്ത് പൗലോസ് ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ അവിടെ ആമേൻ നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന പ്രഭയിൽ ആമേൻ ആ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീഴുമ്പോൾ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ആരാ? അപ്പൊ യേശു പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന കർത്താവാ ഞാൻ. അവിടെ വെച്ച് പൗലോസിനൊരു മർമ്മം മനസ്സിലായി, ഞാനിതുവരെ കർത്താവിനെ നേരിട്ട് ഉപദ്രവിച്ചിട്ടില്ല, കർത്താവിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ കർത്താവ് അവനോട് പറയാ, നീ ഉപദ്രവിക്കുന്ന കർത്താവാ ഞാൻ. പൗലോസിന് മനസ്സിലായി, കർത്താവും അവന്റെ ജനവും തമ്മിലുള്ള ബന്ധം എന്താ. രാത്രി ഇത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്. കർത്താവ്
കർത്താവും അവന്റെ ജനവും തമ്മിലുള്ള ബന്ധം അന്ന് പൗലോസിന് മനസ്സിലായി. ആമേൻ. ആ ബന്ധത്തിന്റെ തീവ്രത പൗലോസിന് മനസ്സിലായി. അതാ പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത് എന്താ? കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ നഗ്നതയോ വരുവാനുള്ളതിനോ ആഴത്തിനോ ഉയരത്തിനോ ആമേൻ മരണത്തിനോ ജീവനോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി നോക്കുക, 9-ാം അധ്യായത്തിൽ പൗലോസിന് മനസ്സിലായ കാര്യമാണ്, ഞാൻ ഇന്ന് വരെ കർത്താവിനെ കണ്ടിട്ടില്ല. കർത്താവിന്റെ ദേഹത്ത് ഒരു പൊടി പോലും ഞാൻ വാരിയിട്ടിട്ടില്ല. അവനെ നോക്കിയൊരു വാക്ക് ഞാൻ പരിഹസിച്ചിട്ടില്ല. പക്ഷെ കർത്താവ് അവനോട് പറയാ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? യെസ്, ഇന്ന് രാത്രി എന്നെയോ നിങ്ങളെയോ ശരീരത്തിൽ ചെറിയ മുറിവേൽക്കണമെങ്കിൽ അത് കർത്താവ് അറിയാതെ സംഭവിക്കത്തില്ല. എത്ര പേർക്ക് ആത്മാവിൽ ആ ഒരു ബന്ധം ഇന്ന് രാത്രി തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്? പലപ്പോഴും നമ്മൾ കർത്താവോട് ചോദിക്കാറുണ്ട്, കർത്താവെ നീ എന്നെ കാണുന്നില്ലേ, നീ എന്നെ അറിയുന്നില്ലേ, ഞാൻ ഇത്ര വലിയ വിഷയത്തിലൂടെ കടന്നുപോയിട്ടും നീ എന്നെ മനസ്സിലാക്കുന്നില്ലേ എന്നൊക്കെയുള്ള പല സമയത്തിലുള്ള ജൽപ്പനങ്ങൾ എന്റെയും നിങ്ങളുടെയും ഒക്കെ അതിരത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ പൗലോസിന്റെ വാക്കുകളിൽ ഒരു 14 ലേഖനങ്ങൾ എഴുതിയെടുത്ത് ഒരു സ്ഥലത്ത് പോലും ദൈവം എന്നെ ഉപേക്ഷിച്ചെന്നുള്ളൊരു പദം പൗലോസ് ഉപയോഗിച്ചിട്ടില്ല. ദൈവം എന്നെ മറന്നെന്നൊരു പദം പൗലോസ് ഉപയോഗിച്ചിട്ടില്ല.